ഹലോ ഗൈസ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഒരു ട്രിപ്പ് പോകാൻ പോവാണ്. 1 ഡേ ട്രിപ്പ്. നല്ല ഇരുട്ടാണ്, ചെറിയൊരു വിൻ്ററൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ കോട്ടക്കെട്ടറ ഇറങ്ങിയിരിക്കണം. നമ്മൾ കുറച്ച് ലേറ്റായി. നമ്മുടെ ട്രാം ഇപ്പോൾ വരും. ഞാൻ വീഡിയോ എടുത്തൊക്കെ സമയമില്ല, ഇൻട്രോ പറയാൻ വേണ്ടി വെറുതെ തുടങ്ങിയപ്പോഴേക്കും ട്രാം വന്നു. അപ്പോൾ ഓക്കെ, ഞാൻ ഫസ്റ്റ് ടൈമാണ് ഗൈസ് ട്രെയിനിൽ കയറാൻ പോണേ. അതിൻ്റെ എക്സ്പെരിമെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഓക്കെ ബൈ, എല്ലാവർക്കും നമ്മുടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം. ഇതാണ് റെയിൽവേ സ്റ്റേഷൻ. ഞാൻ അവിടുന്ന് ട്രാം ഇറങ്ങി സ്റ്റാർബക്സിൽ വന്നതാണ്. വീട്ടിൽ നിന്നൊന്നും കഴിച്ചില്ല. അപ്പോൾ ഒരു കോഫി വാങ്ങിച്ചു. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ട്രിപ്പ് തുടങ്ങാം. നല്ല ഇരുട്ടാ, ഇനി എപ്പോൾ രാവിലെ ആവുക എന്തോ. കണ്ടോ, അതാണ് റെയിൽവേ സ്റ്റേഷൻ. കണ്ടില്ലേ? ഇതേമാതിരി ഒരു 5 മിനിറ്റ് മുന്നേ ട്രാമിൽ വന്ന് ഞാൻ ഇറങ്ങിയതേ ഉള്ളൂ. പിന്നെ ട്രാമിനകത്തൊന്നും നമുക്ക് ഈ ഫോണൊന്നും എടുത്ത് വീഡിയോ എടുക്കാനുള്ളൊരു ഇതൊന്നും ഉണ്ടായിരുന്നില്ല. ഹറിബറിയിലാണല്ലോ നമ്മളൊന്ന് കയറിയത്. പിന്നെ നോക്കുമ്പോഴാണ് കുറച്ച് സമയമുണ്ട് നമുക്ക്. ട്രെയിന് ഞാൻ 6:15 ട്രെയിൻ എന്നാണ് വിചാരിച്ചത്. പക്ഷേ ട്രെയിന് 6:45. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കുറച്ച് ടൈം കിട്ടി റിലാക്സ് ചെയ്തിട്ട് വരാൻ. എന്തായാലും നന്നായി. കണ്ടില്ലേ, ഇതാണ് ട്രാം സ്റ്റേഷൻ, ബാനോഫ് SBB. അപ്പോൾ നമുക്കിനി റെയിൽവേ സ്റ്റേഷൻ്റെ ഉള്ളിലേക്ക് പോകാൻ. ഇതാണ് ഗൈസ് റെയിൽവേ സ്റ്റേഷൻ. നമുക്ക് ആദ്യം മീഗ്രോസിലേക്ക് പോവാം. നമുക്ക് ഇവിടുന്ന് തിന്നാൻ എന്തെങ്കിലും വാങ്ങിക്കാം. ഓക്കെ, നമ്മുടെ നാട്ടിലെ ജിയോ മാർട്ട് എന്നൊക്കെ പറയുന്ന മാതിരി മീഗ്രോസ്, കോപ്പ് ഇതൊക്കെ എല്ലാ ജംഗ്ഷനിലും കാണാം. അപ്പോൾ ഞാൻ ട്രെയിനിൽ നിന്ന് തിന്നാൻ എന്തെങ്കിലും വേണ്ടെന്ന് വെച്ചിട്ട് ഇവിടെ വന്നതാണ്. ഗ്രോസറീസ് എല്ലാം കിട്ടും. അപ്പോൾ വല്ല ബ്രെഡോ എന്തെങ്കിലും കിഫളിയോ, കിഫളി എന്ന് പറഞ്ഞാൽ ക്രൊസോണ്ട് അതിന് കിഫളി എന്നാണ് ഇവർ പറയുന്നത്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും വാങ്ങിച്ചിട്ട് നമുക്ക് പോകാം. ഇതെല്ലാം സമയമുണ്ടല്ലോ. ഇനിയിപ്പോൾ നമുക്ക് റിലാക്സ് ചെയ്തിട്ട് മെല്ലെ പോവാം. കമാൻ ഗൈസ്, ഇരിക്കും നോക്കിയാൽ ഫുള്ള് സ്റ്റാക്കായിട്ട്. ഞാൻ ഇതുവരെ ഇങ്ങനെ ഈ റാക്ക് കണ്ടിട്ടില്ല. ഇവന്മാർ മൊത്തം അടിച്ച് കയറ്റി മൊത്തം തീർക്കും. എന്തായാലും നമുക്ക് ഇതിനകത്ത് സെലക്ട് ചെയ്തെടുക്കാം. പറഞ്ഞു തരുന്നില്ല, ഒരെണ്ണം വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ എത്തി. സാധനമെല്ലാം വാങ്ങിച്ചിട്ട് നമ്മൾ പ്ലാറ്റ്ഫോമിലേക്ക് പോകാൻ. നമുക്കിനി നമ്പർ 8 നമ്മുടെ ട്രെയിൻ വരുന്നത്. ഒരു 20 മിനിറ്റ്സ് ടൈം ഉണ്ട്. അതിനി ട്രെയിൻ കിടക്കുന്നുണ്ടോയെന്നുള്ള അറിയില്ല. ഇവിടെ 8 ഇവിടെ പോവാം. ഗായ്സ്, കണ്ടോ കണ്ടോ ട്രെയിനുകൾ കിടക്കുന്ന കണ്ടോ? നോക്ക്, ഞാൻ മോനെ ഇവിടെ കണ്ടില്ലേ? ഇതേപോലത്തെ ട്രെയിനിലാണ് നമ്മൾ പോകാൻ പോണേ. ഇതാണ് നമ്മുടെ പ്ലാറ്റ്ഫോം. വണ്ടി ഇപ്പോൾ വരും. എന്തായാലും നമുക്ക് ട്രെയിനിൻ്റെ ഉള്ളിലത്തെ കാഴ്ചകൾ കാണാം. നമ്മുടെ ട്രെയിൻ എത്തി ഗായ്സ്. ഏതാ ട്രെയിൻ? ഇതിനകത്ത് ഡബിൾ ഡെക്കർ ഉണ്ടോ? ഉണ്ട്, ഡബിൾ ഡെക്കർ ഉണ്ട്. നമുക്കെന്നാൽ പിന്നെ അതിനകത്ത് തന്നെ കയറാം. ഫസ്റ്റ് ക്ലാസ് ആണെങ്കിൽ കയറാൻ പറ്റില്ല. നമ്മൾ സെക്കൻഡ് ക്ലാസ്സിൻ്റെ ടിക്കറ്റ് എടുത്തിരിക്കുന്നത്. ഫസ്റ്റ് ക്ലാസ് കയറി കഴിഞ്ഞാൽ അവന്മാർ തൂക്കി വെളിയിൽ വരും, അല്ലെങ്കിൽ ഫൈൻ അടിക്കേണ്ടി വരും. ഡബിൾ ഡെക്കർ ഇതിനകത്ത് കയറാൻ പറ്റും. നോക്കട്ടെ. സെക്കൻഡ് ക്ലാസ് തന്നെ. അപ്പോൾ അതിനകത്ത് സീറ്റിലടാ മേലേക്ക് ആൾക്കാർ കയറി ഇറങ്ങിയിരിക്കുന്ന. ഇറങ്ങാനുള്ളവരാന്ന് തോന്നുന്നുണ്ടല്ലേ? അപ്പോൾ കുറേ നാൾ ഇപ്പോൾ ഇവിടെ ഇറങ്ങിക്കോളും. നമുക്കപ്പോൾ മെല്ലെ കയറാം. ഓൺ ടൈം ആട്ടോ. മേലെ തന്നെ കയറാം ഗൈസ്. ബീപ്പൊക്കെ അടിക്കുന്നുണ്ട് ഡോറടയും. ഇതാണ് സീറ്റ്. കണ്ടാ? സീൻ ഉള്ളല്ലോ. ടേബിളൊക്കെ ഉണ്ട്. ഇതൊക്കെ നോക്ക്, കണ്ടാ? കൊള്ളാം. നോക്കി ഇവിടെ അവിടെ ഇരിക്കാം. അത്യാവശ്യം മലകൾ കണ്ടു തുടങ്ങിയിട്ടുണ്ട് ഗൈസ്. പക്ഷേ കാര്യമായിട്ടൊന്നും കാണുന്നില്ല. നേരം വെളുത്ത് വരുന്നുള്ളൂ. ട്രെയിൻ മെല്ലെ സ്പീഡ് കൂടി വരുന്നുണ്ട്. എത്ര സ്പീഡ് വീഴുന്നുണ്ട് ട്രെയിൻ നോക്കണം. എന്തായാലും നല്ല വ്യൂകൾ എന്തായാലും കാണാൻ പറ്റുന്ന ഉറപ്പായി. നമ്മളൊരു ടണലിറങ്ങി പുറത്തിറങ്ങിയപ്പോൾ നോക്കിയാൽ വേറൊരു ട്രെയിനായിട്ട് പാരലൽ റൺ കണ്ടോ? ഡബിൾ ഡെക്കർ ട്രെയിനാണ്. നമ്മളങ്ങനെ അതിൻ്റെ മണ്ടയ്ക്ക് ഇരിക്കുന്നത്. റെസ്റ്റോറൻറ്റ് ഇതിനകത്ത് ഫുഡ് കഴിക്കാൻ പറ്റുന്നത്. പക്ഷെ ഭയങ്കര പൈസയാണ് പറയുന്നത്. നമുക്കൊരു ദിവസം അതിനകത്ത് കയറുക. സൺറൈസ് കണ്ടോ ഗൈസ്? നല്ല കോടയൊക്കെ ഇട്ട് ഇങ്ങനെ മഞ്ഞ് കണ്ടോ? ട്രെയിൻ ഓൾമോസ്റ്റ് ഫുള്ളാണ്. നല്ല പീക്ക് ടൈമാണ്. ഈ സ്റ്റുഡൻസും പിന്നെ വർക്കിന് പോകുന്ന ആൾക്കാരൊക്കെ ആയിട്ട് എല്ലാവരും ഉണ്ട്. ആ സണ്ണ് കണ്ടോ? ഏതാ രസം. അങ്ങനെ സൂര്യൻ ഉദിച്ച് വരുന്നുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ സ്വിറ്റ്സർലാൻഡിൻ്റെ ക്യാപിറ്റലായിട്ടുള്ള ബേണിലാണ് എത്തിയിരിക്കുന്നത്. ഇവിടെ കുറേ പേര് ഇറങ്ങുന്നുണ്ട്. എന്തായാലും നമ്മൾ ഈ ട്രെയിനിൻ്റെ കൂടെ പാരലൽ റണ്ണാണ്. ഉണ്ടല്ലേ? ഇതാണ് ബേൺ റെയിൽവേ സ്റ്റേഷൻ, സ്വിറ്റ്സർലാൻഡിൻ്റെ ക്യാപിറ്റൽ സിറ്റി. ഗൈസ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ ട്രാവൽ പ്ലാൻ ഞാനൊന്ന് പറഞ്ഞുതരാം. ഞാനത് പറഞ്ഞില്ലല്ലോ. നമ്മൾ ബാസലിൽ നിന്ന് ഇൻ്റർലാക്കലിലേക്ക് ഈ ട്രെയിനിൽ കയറി. അത് കഴിഞ്ഞ് നമ്മൾ ഇൻ്റർലാക്കലിൽ പോകും. അവിടെയാണ് മെയിൻ സ്ഥലം. നമ്മൾ അവിടെ മൊത്തം വീഡിയോ എടുക്കണമെന്നാണ് പ്ലാൻ ചെയ്യുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ അവിടെ നിന്ന് സ്വിറ്റ്സർലൻഡിലേക്ക് ട്രെയിൻ കയറും. അത് അടിപൊളി വിഷയം ട്രെയിൻ ആയിരിക്കും. നമ്മൾ ഈ സ്വിറ്റ്സർലാൻഡിൻ്റെയൊക്കെ റീൽസിലൊക്കെ കണ്ടിട്ടില്ല. ആ ട്രെയിൻ ജേണിയാണ് നമ്മൾ ഇൻ്റർലാക്കലിൽ നിന്ന് ലുറ്റ്സേണിലേക്ക് പോകുന്നത്. അത് നല്ല അടിപൊളി വിഷ്വലായിരിക്കും. നമുക്ക് മൊത്തം എടുക്കണം. അത് കഴിഞ്ഞ് പിന്നെ ലുറ്റ്സേണിൽ നിന്ന് നമ്മൾ വിറ്റ്സ്നാവ് എന്ന സ്ഥലത്തേക്ക് പോകുന്നുണ്ട്. അത് നമ്മൾ ഷിപ്പിലാണ് പോകുന്നത്. വെതറൊക്കെ അടിപൊളിയാണെങ്കിൽ പൊളി. പിന്നെ വിറ്റ്സ്നാവ് നമ്മൾ റിജീഫുലും എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോകുന്നുണ്ട്. അതൊരു മൗണ്ടൻ ട്രെയിനാണ്. ഒരു
മലേൻ്റെ മണ്ടയ്ക്ക് കയറുന്നൊരു സെറ്റപ്പാണ്. അതും പൊളിയായിരിക്കും. അത് കഴിഞ്ഞ് അവിടെ നിന്ന് നമ്മൾ വിസ്നാവിലേക്ക് തന്നെ തിരിച്ച് മൗണ്ടൻ ആ ട്രെയിന് താഴെ ഇറങ്ങി ലുട്സാണിലേക്ക് നമ്മൾ ഷിപ്പിൽ വരും. ലുട്സാണിൽ നിന്ന് നമ്മൾ ബാസലിലേക്ക് തിരിച്ച് ട്രെയിനിൽ വരും. ഇതാണ് നമ്മുടെ ഇന്നത്തെ ഒരു ഫുൾ പ്ലാൻ. ഇതുപോലെയൊക്കെ നടക്കുന്ന വിചാരിക്കുന്നത്. പിന്നെ ഇതിനൊന്നിനും ഞാൻ ടിക്കറ്റ് എടുത്തിട്ടില്ല. സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സ്വിറ്റ്സർലാൻഡിൽ വരുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു ശ്രദ്ധയ്ക്ക് നമുക്കിവിടെ ട്രാവൽ പാസ് എടുക്കാൻ പറ്റും. അതായത് 1 ഡേ പാസ് എന്ന് പറയുന്നത്. അപ്പോൾ ഞാനത് ഓഫറിന് ഇടയ്ക്ക് വരുമ്പോൾ അതിന് 55 ഫ്രാങ്ക്സേ ഉള്ളൂ. ഒരു 6,500 രൂപേൻ്റെ അടുത്ത് വരും. അല്ലാന്നുണ്ടെങ്കിൽ ഒരാൾക്ക് ഇത്രയും ടിക്കറ്റ്സും ഇത്രയും ഒരു എക്സ്പെൻസ് നല്ല പൈസയാവും. എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് ഒരു 30,000-35,000 അടുത്ത് എന്തായാലും കറക്റ്റ്. ഞാൻ എത്രയാണെന്നുള്ളത് നോക്കിയിട്ട് ഞാൻ പറയാം. അപ്പോൾ എന്തായാലും നമ്മുടെ അടുത്ത സ്റ്റോപ്പ് ഇൻ്റർലാക്കനാണ്. പൊളിയും. ഇതാണ് ഗൈസ് സീറ്റ്, കണ്ടില്ലേ? ഇവിടെ ഒരു ട്രേ ടേബിൾ ഉണ്ട്. ഞാൻ ഇത് വാങ്ങിച്ച ഭക്ഷണമാണത്, മൈൻഡ് ചെയ്യണ്ട. അപ്പോൾ ഇത് നമുക്ക് ഓപ്പൺ ആക്കി വെക്കാം. പിന്നെ ഇവിടെ ഒരു ചാർജിങ് പോർട്ടുണ്ട്. ഇത് മറ്റേ യൂണിവേഴ്സൽ അല്ല കേട്ടോ, സ്വിറ്റ്സർലാൻഡിൻ്റെ പോർട്ട്. അത് വേറൊരു ടൈപ്പ്. പിന്നെ ഇവിടെ വേസ്റ്റ് ഇടാനുള്ളൊരു ചെറിയൊരു പെട്ടിയുണ്ട്. അതിനകത്ത് നമുക്ക് വേസ്റ്റൊക്കെ ഇടാം. അത്യാവശ്യം ലെഗ് റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട്, കണ്ടില്ലേ? പിന്നെ അത്യാവശ്യം കംഫർട്ടൊക്കെ ഉണ്ട്. നമുക്ക് ഇങ്ങനെ സ്ഥലങ്ങളൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കാം. ട്രെയിൻ കൊള്ളാട്ടോ. ഇത് സെക്കൻഡ് ക്ലാസ് ആണ് നമ്മളിപ്പോൾ ഇരിക്കുന്നത്. ഫസ്റ്റ് ക്ലാസ്സിന് വേറെ ടിക്കറ്റ് എടുക്കണം. അത് കുറച്ചും കൂടെ എക്സ്പെൻസീവാണ്. പക്ഷേ സെക്കൻഡ് ക്ലാസ്സിന് ഇത്ര അടിപൊളി കണ്ടോ. വ്യൂ ഒക്കെ കണ്ടില്ലേ? ഇത് കണ്ടോ, ഇതാണ് കുണ്ടി ബൺ, കുണ്ടീൻ്റെ ഷേപ്പുള്ള ബൺ. അപ്പോൾ ഞാൻ കാണിക്കാൻ വന്നതല്ല. നമ്മുടെ ഇന്നത്തെ മെയിൻ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്ഥലങ്ങളൊക്കെ കാണലാണെങ്കിലും ഇന്നത്തെ ഒരു മെജോറിറ്റി ടൈം നമ്മൾ ട്രെയിനിനകത്തായിരിക്കും സ്പെൻഡ് ചെയ്യണം. അപ്പോൾ പറഞ്ഞല്ലോ, ഞാൻ ആദ്യമായിട്ടാണ് സ്വിറ്റ്സർലാൻഡിൽ ഒരു ട്രെയിൻ കയറുന്നത്. സ്വിറ്റ്സർലാൻഡ് എന്നല്ല, ആദ്യമായിട്ടാണ് ഇന്ത്യക്ക് പുറമെ വേറൊരു രാജ്യത്ത് വന്നിട്ട് ഒരു ട്രെയിൻ കയറുന്നത്. ഇത് കാണാം. നമ്മുടെ സ്റ്റേഷൻ എത്താനായി ഒരു 10-20 മിനിറ്റ് കൊണ്ടുള്ളൂ. ഞാൻ കഴിച്ചു തീർക്കട്ടെ, ബാക്കി കാഴ്ചകളൊക്കെ കാണിച്ചു തരാം. ഓ മൈ ഗാഡ് ഗൈസ്, അപ്പോൾ നമ്മുടെ സ്റ്റോപ്പ് എത്താനായി. ഈ ട്രെയിനിൻ്റെ ലാസ്റ്റ് സ്റ്റോപ്പാണ്. ഇറങ്ങാൻ പറഞ്ഞിട്ട് അനൗൺസ്മെൻ്റ് ഒക്കെ വന്നിട്ടുണ്ട്. നല്ല അടിപൊളി വ്യൂ ആണ് കേട്ടോ. വെള്ളമൊക്കെ നോക്കിയാൽ ഗൈസ്, എന്താ കളർ നോക്കിയൊക്കെ. ഓഫ് യെസ്, അങ്ങനെ നമ്മുടെ സ്റ്റേഷൻ എത്തിയിട്ടുണ്ട് ഗൈസ്. ഇൻ്റർലാക്കൻ പോസ്റ്റ്. അമ്പോ, ഇതാണ് സ്ഥലം. നല്ല തണുപ്പുണ്ട്. നമുക്കിനി അങ്ങോട്ട് പോവാം. ഇവിടെയൊക്കെ കൂടുതലും ടൂറിസ്റ്റുകൾ തന്നെ കേട്ടോ വരിക. അല്ലാതെ പുറമേ നിന്നുള്ള ആൾക്കാരല്ലാതെ ഇവിടെ താമസിക്കുന്ന ആൾക്കാരൊക്കെ വർക്കിന് പോയിട്ടുണ്ടോ ഈ ഒരു സമയത്ത്. ഇതിലൂടെ പോകേണ്ടതെന്ന് തോന്നുന്നുണ്ട്. കണ്ടോ, വഴി കാണിക്കുന്നുണ്ട്. ലെറ്റ്സ് ഗോ. ട്രെയിനകത്ത് ഹീറ്ററുള്ളതുകൊണ്ട് വലിയ തണുപ്പൊന്നും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ പുറത്തിറങ്ങിയപ്പോൾ നല്ല തണുപ്പുണ്ട്. ഞാൻ പിന്നെ ഈ കോട്ടൊക്കെ ഇട്ടുകൊണ്ട് പിന്നെ വലിയ വിഷയമില്ല. യെസ്. ഇനി ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ത്രൂ ഔട്ട് ദി ഇയർ എപ്പോഴും തിരക്കായിരിക്കും. ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, സ്വിറ്റ്സർലാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിനായിട്ട് ടൂറിസം തന്നെയാണ് ഇവിടുത്തെ പരിപാടി. ഗൈസ്, ഈ ട്രെയിൻ കണ്ടോ, അത് നമ്മുടെ ഇൻ്റർസിറ്റി പോലത്തെ സെറ്റപ്പാണ്. അത് ഓരോ സ്ഥലത്തിനും ഇതേപോലത്തെ ഓരോ ട്രെയിനുകളുണ്ട്. ഇത് ഇൻ്റർലാക്കൻ്റെ ട്രെയിനാണിത്. നീലയും മഞ്ഞയും. എൻ്റെ അമ്മോ, ആ വ്യൂ നോക്ക് ഗൈസ്. വ്യൂ നോക്കിയാൽ നിങ്ങൾ, ആ മല കണ്ടോ, ഏതാ ലുക്ക്. നോക്ക്, ആൾക്കാർ പേരകളടി നീൻ്റെ മണ്ടയ്ക്ക്. ഓ വിഷയം. റെയിൽവേ സ്റ്റേഷൻ തന്നെ ഇങ്ങനെയാണെങ്കിൽ പുറത്തിറങ്ങി ഇങ്ങനെ ഇരിക്കും. പൊളി. ഞാൻ ആകെ GTA മാത്രമേ ഈ പാരാഗ്ലൈഡിങ് നേരിട്ട് കണ്ടിട്ടുള്ളൂ. അതിലൊരു ദിവസം കാരണം. ഓക്കെ, നമുക്കിനി പുറത്തേക്ക് പോവാം. ഗൈസ് നോക്ക്, ഇവിടെ നിറച്ചും പാരാഗ്ലൈഡിങ്. ആൾക്കാർ തലങ്ങും വിലങ്ങും ഒക്കെ പാരാഗ്ലൈഡ് ചെയ്യുന്നു. കണ്ടോ, ഇൻ്റർലാക്കനിൽ മഞ്ഞ ബസ്സാന്ന് തോന്നുന്നുണ്ട്. ബാസലിൽ പച്ചയല്ലേ, ഇവിടെ മഞ്ഞ. കണ്ടോ ഗൈസ്, മല കണ്ടോ? നല്ല തണുപ്പുണ്ട്. നമ്മൾ ഈ ജാക്കറ്റൊന്നും ഇടാണ്ട് വന്നു കഴിഞ്ഞാൽ നല്ല പണി കിട്ടിയേനെ. ബാസലിനേക്കാളും നല്ല തണുപ്പുണ്ട് കേട്ടോ അവിടെ. കൊള്ളാം. ഇൻ്റർലാക്കൻ ഫസ്റ്റ് ഇംപ്രഷൻ പൊളി. ഒരിക്കലെങ്കിലും നിങ്ങൾ എന്തായാലും വരണം ഗൈസ്. ഇൻ്റർലാക്കനിൽ വന്ന് ഇറങ്ങിയപ്പോൾ കണ്ടു നോക്കിയാൽ ഗൈസ്, നമ്മുടെ ഇന്ത്യൻ്റെ ഫ്ലാഗ്. ഏതാ ഭംഗിയില്ലേ. ഇവിടുന്ന് എത്ര ഫോട്ടോയും വീഡിയോ എടുത്തിട്ട് എനിക്ക് മതിയാവുന്നില്ല. നമുക്ക് ഇവിടെ ഇങ്ങനെ നിന്നിട്ട് കാര്യമില്ല, നമുക്ക് അടുത്ത സ്പോട്ടിലേക്ക് പോകണം. ഞാനിപ്പം എല്ലാം നടക്കട്ടെ. എന്തായാലും ഈ ഫ്ലാഗ് കണ്ടപ്പോൾ ഒരു വീഡിയോ കൂടെ എടുത്താൽ. സ്കൈ ക്ലിയറായി വരുന്നുണ്ട് കേട്ടോ ഗൈസ്. എങ്ങനെയുണ്ട് സ്ഥലം ഒന്ന് കണ്ടു നോക്ക് നിങ്ങൾ. എന്താ നിങ്ങൾക്ക് പറയാനുള്ളത്? ഈ വ്യൂ കണ്ടിട്ട് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? പൊളിയല്ലേ? ദിസ് ഈസ് ഇൻ്റർലാക്കൻ ഫോർ യു. ഇങ്ങനെ നിറയെ സ്ഥലങ്ങളുണ്ട്.
നമുക്ക് കാണാനായിട്ട് ഇനിയും. ഞാൻ അന്ന് നമ്മൾ ബാസലിൽ പോയപ്പോൾ വീഡിയോ എടുത്തപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഇതേപോലെ കുറേ സ്ഥലങ്ങളുണ്ടെന്നുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഗൈസ് സ്ഥലം? ഭയങ്കര പീസ്ഫുൾ ആയിട്ടുള്ള സ്ഥലമല്ലേ? ഈ വെള്ളത്തിൻ്റെ കളർ നോക്കിയാൽ നിങ്ങൾ, നീല കളർ വെള്ളം, എന്ത് പീസ്ഫുൾ അല്ലേ. അങ്ങനെ അധികം തിരക്കില്ല, വേറെ ശബ്ദങ്ങളൊന്നുമില്ല, ഭയങ്കര റിലാക്സിങ് ആയിട്ട് സൂതിങ് ആയിട്ട് ഇങ്ങനെ നമ്മുടെ വെള്ളം പോകുന്ന ഒഴുക്കിൻ്റെ സൗണ്ട് മാത്രം. ഓ ക്രിസ്റ്റൽ ക്ലിയർ ആട്ടോ. നിലം നോക്കിയാൽ കുറച്ചങ്ങോട്ട് നടുക്കിലേക്ക് താഴ്ചയുണ്ടെന്നുണ്ട്. ഇവിടെയൊക്കെ നിലം കാണാൻ പറ്റും. കണ്ടോ കല്ലൊക്കെ കണ്ടോ ഗൈസ്? മല കണ്ടോ? എന്ത് ഭംഗിയല്ലേ. ഇവിടെ വരണ വരെ ഗൈസ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സ്വിറ്റ്സർലാൻഡ് ഭയങ്കര അടിപൊളിയാണ്. ഞാൻ ഇവിടെ വരണം എന്നൊക്കെ പറഞ്ഞപ്പോൾ ആൾക്കാർ ഇങ്ങനെ പൊക്കി അടിക്കണം. അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ വലിയൊരു ഇതൊന്നും ഉണ്ടായിരുന്നില്ല. ഒരു ഫോറിൻ കൺട്രി, ഇന്ത്യ അല്ലാത്തതുകൊണ്ട് ആൾക്കാർ ഇങ്ങനെ പൊക്കി അടിക്കണം എന്നൊക്കെ വിചാരിച്ചത്. ഇതെല്ലാം കാണുമ്പോൾ നമ്മൾ ശരിക്കും ഭയങ്കര പീസ്ഫുൾനെസ്, ഭയങ്കര ഇങ്ങനെ ആവശ്യമില്ലാത്ത ശബ്ദമില്ല, വേറെ ഒന്നുമില്ല. നല്ല തണുപ്പ് എന്ന് പറഞ്ഞാൽ നല്ല തണുപ്പിട്ട 7 ഡിഗ്രി 8 ഡിഗ്രി എന്താണ് തണുത്ത് ഇറങ്ങുന്നുണ്ട്. ഈ കോട്ടൊക്കെ ഇട്ടുണ്ട് പിന്നെ ഓക്കെ, എന്നാലും കൈയെല്ലാം തണുക്കുന്നുണ്ട്. പക്ഷെ എന്നാലും നല്ല അടിപൊളി സ്ഥലങ്ങളൊക്കെ ഇങ്ങനെ കണ്ട് നല്ല കാറ്റൊക്കെ അടിച്ചിങ്ങനെ എന്താ ഒരു രസമല്ലേ, ഇങ്ങനെ ഒരു സമാധാനം. ഗൈസ് ഞാനൊരു സാധനം കാണിച്ചു തരട്ടോ. വരുന്നുണ്ട് ഒരു സാധനം. ഇതാ മല കയറാനുള്ള സാധനമാണ്. എനിക്ക് വേണേ ആൾക്കാർക്ക് മറ്റേ ഇതില്ലേ പാരഗ്ലൈഡ് ചെയ്യാൻ ഇതിൻ്റെ മണ്ടയ്ക്ക് കൊണ്ടുപോകുന്നത് ഈ സാധനം തോന്നുന്നുണ്ട്. ഈ ട്രെയിൻ വരുന്നുണ്ടോ? ഇവിടെയാണ് സ്റ്റേഷൻ. ഇതിൻ്റെ ഇതേതോ ഫേമസ് ഹോട്ടലാണ് ഗൈസ്, ഇൻ്റർലാക്കനിലുള്ള ഹോട്ടലാണ്. നിങ്ങളൊന്ന് ആലോചിച്ചൊക്കെ, സ്വിറ്റ്സർലാൻഡ് അല്ലെങ്കിൽ എക്സ്പെൻസീവാണ്. അപ്പോൾ ഇൻ്റർലാക്കൻ പോലത്തെ ഇത്രയും വലിയൊരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനിൽ ഇങ്ങനത്തെ ഒരു ഹോട്ടലിൽ റൂം എടുക്കണമെങ്കിൽ എത്ര പൈസ പൊട്ടുന്നതെന്ന് ആലോചിച്ചോക്ക്. പിന്നെ ഗൈസ് ഈ വീഡിയോ ഇത്തിരി ലെങ്ത് കൂടിയാൽ കുഴപ്പമില്ലല്ലോ അല്ലേ? ഞാൻ ഈ സ്ഥലങ്ങളൊക്കെ കണ്ടിങ്ങനെ നടക്കുമ്പോൾ മൊത്തം വീഡിയോ എടുക്കാൻ തോന്നുന്നുണ്ട്. ഒന്നും കട്ട് ചെയ്യാണ്ട് അങ്ങനെ ഇട്ടാലോ എന്ന് ഞാൻ വിചാരിക്കുന്നു. എന്താ രസം ഗൈസ്. ഇതാണ് കേട്ടോ പാരഗ്ലൈഡിങ് ഇൻ്റർലാക്കൻ. ഇവിടെ ടിക്കറ്റ് എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് പാരഗ്ലൈഡ് ചെയ്യാം. എന്നാൽ ഈ വ്യൂ നോക്കുക ഗൈസ്, എൻ്റെ അമ്മോ, നമ്മൾ സിനിമയിലൊക്കെ ടൈപ്പ് കണ്ടിട്ടുള്ള വ്യൂസ് കണ്ട. എന്താ ഒരു ഫ്രെയിം നോക്കിയാൽ, മഞ്ഞ് മൂടിയ മലകൾ, അതിൻ്റെ അടിയിലുള്ള താഴ്വാരം, അമ്പോ കിടിലം ഗൈസ്. എന്ത് തോന്നുന്നു നിങ്ങൾക്ക്? ഇൻ്റർലാക്കൻ ഇഷ്ടപ്പെട്ടോ? എന്ത് തോന്നുന്നു? കമൻറ്റ് ചെയ്യുക ഗൈസ്. ലൈക്ക് അടിക്കാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മടിക്കണ്ട. ഇതേപോലത്തെ സ്വിറ്റ്സർലാൻഡിൻ്റെ വീഡിയോകൾ ഇനിയും വരുന്നതായിരിക്കും. സോ സ്റ്റേ ട്യൂൺഡ്. ആ ഹോട്ടലിൻ്റെ എന്താ കാസിനോ ആണത്? കാസിനോ കുർസാൽ. ഒരു വ്യൂ നോക്ക്, എന്താ വ്യൂ, എന്ത് പൊളിയല്ലേ, ഒരു രക്ഷയില്ല. അപ്പോൾ നമ്മളിവിടെ വന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഇരുന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട് ആൾക്കാർ. യാഷ് ചോപ്ര എന്ന് പറഞ്ഞിട്ട് ഉള്ളൊരു ഫിലിം മേക്കർ ഉണ്ട് ഹിന്ദിയിലുള്ള. അപ്പോൾ പുള്ളി സ്വിറ്റ്സർലാൻഡിൻ്റെ കുറേ സീനിക് ബ്യൂട്ടി മൊത്തം പുള്ളീൻ്റെ സിനിമയിൽ ഇങ്ങനെ കൊണ്ടുവന്നുകൊണ്ട് പുള്ളീൻ്റെ ഒരു ആദര സൂചകമായിട്ട് ഒരു സ്റ്റാച്ചു വെച്ചിരിക്കുകയാണ് ഇവിടെ. അപ്പോൾ നമ്മളത് കാണാനാണ് വന്നത്. പക്ഷെ എന്നാലും ഈ ഒരു വ്യൂ പൊളിച്ചിട്ടാ ഈ കാസിനോ, ഒരു രക്ഷയില്ല കേട്ടോ. നോക്ക് വ്യൂ നോക്ക്, എന്താ അടിപൊളിയാണ് കഴിച്ചത്. ഒരു രക്ഷയില്ലാത്ത സ്ഥലം കണ്ടോ. ഇതാണ് ഗൈസ് യാഷ് ചോപ്രൻ്റെ ആ ഒരു സ്റ്റാച്ചു. എങ്ങനെയുണ്ട് ഗൈസ് നമ്മുടെ കാസിനോ കുർസാൽ? ഈ ഒരു ഫ്രെയിം അടിപൊളിയല്ലേ? സെറ്റല്ലേ? ഇൻ്റർലാക്കനിൽ ഞാനൊരു ആപ്പേൻ്റെ പെട്ടി ഓട്ടർഷ കണ്ടുപിടിച്ച് ഗൈസ്. ഒരു കഫേയാന്ന് തോന്നുന്നുണ്ട്, ആരുമില്ല പക്ഷേ ക്ലോസ്ഡ് ആണ്. കൊള്ളാം. നമ്മളിപ്പോൾ അടുത്തൊരു സ്ഥലത്തേക്കാണ് നടന്നു പോയിക്കൊണ്ടിരിക്കണേ. ആ ഒരു മലേൻ്റെ സൈഡിലായിട്ട് അവിടെ ഒരു എന്തോ വ്യൂ പോയിൻ്റ് അങ്ങനത്തെ ഒരു സെറ്റപ്പ് ഉണ്ട്. താജ്മഹൽ ഇന്ത്യൻ റെസ്റ്റോറൻറ്റ്. കൊള്ളാം. ഇവിടെ നിറയെ ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് ഉണ്ട് കേട്ടോ. ഞാൻ പറയാൻ വന്നത് അതല്ല, നമ്മൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ ഒരു ലെവൽ ക്രോസ് ട്രെയിനോ ട്രാമോ എന്തോ ഒരു സാധനം വരുന്നുണ്ട്. എന്താ ഹൂഹു എന്ന് വിടുന്നുണ്ടല്ലോ ആരോ. വെള്ളടിക്കണം ഇന്ത്യക്കാരെന്നുകൊണ്ട് നോക്കട്ടെ. എന്തോ ഒരു സാധനം പോകുന്നുണ്ട്, ട്രെയിനാന്ന് തോന്നുന്നുണ്ട്. ഒന്നും കാണുന്നില്ല, ആൾക്കാരൊക്കെ അവിടെ നിൽക്കുന്നുണ്ട്. വന്നു ഗായ്സ്, വന്നു, വരുന്ന കണ്ടോ. ഇങ്ങനത്തെ ഒരു ട്രെയിനിലാണ് നമ്മൾ നേരത്തെ വന്നോ. ഇതുപോലത്തെ ഒരു ട്രെയിനിലാണ് നമ്മൾ തിരിച്ചു പോകുന്നത്. ഇവിടുന്ന് ലിവറിയൊക്കെ കണ്ടില്ല വണ്ടീൻ്റെ, 2 സൈഡിലും എഞ്ചിനുണ്ട്. STB CFM. ഓ വണ്ടി പോയി. ഓക്കെ, ലെവൽ ക്രോസ് പൊന്തി ആൾക്കാർ ക്രോസ് ചെയ്യുന്നു. വാവ്, അടിപൊളി. എന്താല്ലേ
ഗായ്സ് ഒരു രക്ഷയില്ലാത്ത വ്യൂ ഉണ്ട് ഇവിടെ എല്ലായിടത്തും. പാരഗ്ലൈഡ് ചെയ്യുന്ന കാണുമ്പോൾ എനിക്ക് കൊതിയാവുന്നു. എനിക്ക് ഒരു ദിവസം വരണം എന്തായാലും. വ്യൂ കണ്ടില്ല ഗൈസ്, ഇത് ഭയങ്കര പോപ്പുലർ ആയിട്ടുള്ളൊരു ഫോട്ടോ സ്പോട്ടാണ് തോന്നുന്നുണ്ട്. കണ്ടോ ഇന്റർലാക്കിന് വരുന്ന എല്ലാവരും അവിടെ വെള്ളം കണ്ടോ കുത്തി ഒലിച്ച് വരുന്നോക്ക്. ഈ മലമണ്ടേന്ന് ഒലിച്ച് വരണം തോന്നുന്നുണ്ട് ഇത്. കണ്ടോ ആൾക്കാരൊക്കെ നോക്കി, ഏതാ വ്യൂ. എല്ലാവരും ഇവിടുന്ന് ഫോട്ടോ പിടിക്കാൻ വേണ്ടി ഇങ്ങനെ വന്ന് നിൽക്കുക. ഒരു രക്ഷയില്ല കേട്ടോ, കിടിലൻ സ്ഥലം ഗൈസ്. എന്താ ഞാൻ പറയാ, പൊളിയല്ലേ. ഓ മൈ ഗാഡ്, നമ്മൾ പിന്നെയും അടുത്തൊരു ജംഗ്ഷനിലെത്തി. ഓ എന്ത് രസം നോക്കിയാ ഗൈസ് ഇത് കാണാൻ. നോക്ക് എന്ത് അടിപൊളിയാ വ്യൂ ആ നോക്ക്. കണ്ടാ കുറേ പൂക്കളൊക്കെ ഇങ്ങനെ ബ്രിഡ്ജിൻ്റെ സൈഡിൽ വെച്ചാൽ നോക്കിയാൽ. ഓ ബ്യൂട്ടി ഓഫ് സ്വിറ്റ്സർലാൻഡ്, എന്താ ഭംഗി നോക്ക്. കണ്ടാ സീനല്ലേ ഗൈസ്. ഈ സെറീൻ ബ്യൂട്ടി എന്നൊക്കെ പറയുന്നത് ഇതിനായിരിക്കും അല്ലേ. കൊള്ളാം ഗൈസ്. ഞാനിവിടെ നിന്ന് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ നോക്കിയാൽ ഒരു കുതിരവണ്ടി. ഇവിടേക്ക് ഇപ്പോഴും ആൾക്കാർ കുതിരമേൽ പോകുന്നുണ്ട്. നോക്കി ഒരു മുട്ടൻ കുതിര. ഞാൻ ഊട്ടിയിലാണ് ഏറ്റവും അവസാനമായിട്ട് കുതിരേൻ്റെ മേലെ കയറിയത്, ആദ്യമായിട്ട് അവസാനമായിട്ട്. ഇത് പെണ്ണുണ്ടോ കുതിര ഓട്ടത്. കൊള്ളാം, തലയൊക്കെ തന്നെ അയാൾ എന്നെ കണ്ടത്. അടിപൊളി. വാ പോളി സ്ഥലം. അത് കണ്ടോ ഗൈസ്, എന്തോ ഒരു ക്ലോക്ക് ടവർ പോലത്തെ ഒരു സാധനം. ഗൈസ് ഈ ബിൽഡിംഗ് ഒക്കെ നോക്കി, നല്ല രസമില്ലേ കാണാൻ. നല്ല രസമുണ്ട്. ഇതൊക്കെ പഴയ ബിൽഡിങ്ങാണ് തോന്നുന്നു. ഇതൊക്കെ പുതിയ ബിൽഡിംഗ് ഉണ്ട് അതിൻ്റെ കൂടെ. എന്നാലും കണ്ടാ ഇതൊക്കെ നോക്കിയാൽ ഹോട്ടൽ, എന്തോ ഒരു ഹോട്ടൽ കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇവിടെ നിറയെ ഹോട്ടലുണ്ട് കേട്ടോ, നിറയെ ഇന്ത്യൻ ഹോട്ടലുകളുണ്ട്, ഇന്ത്യൻ റെസ്റ്റോറൻറ്റുകളുണ്ട്. അതുപോലെ തന്നെ ഇന്ത്യക്കാർ ടൂറിസ്റ്റുകളായിട്ട് വരുന്നുണ്ട്. സ്വിറ്റ്സർലാൻഡ് എന്ന് പറയുമ്പോൾ തന്നെ ഏറ്റവും കൂടുതൽ ആൾക്കാർ ടൂറിസ്റ്റായിട്ട് വരുന്നത് ഇവിടെ ഇന്റർലാക്കൻ, ലുച്ചാണ്, അങ്ങനെ കുറച്ച് സ്ഥലങ്ങളാണ്. അതിലൊന്നാണിത്. കണ്ടോ പൊളിച്ചില്ല ഈ ഹോട്ടൽ. ഗൈസ് ഞാനിപ്പോൾ ഇവിടെ കൂടെ ഇങ്ങനെ നടന്ന് വന്നാട്ടോ. നമുക്ക് കണ്ടോ എന്താ രസം. നമ്മളിങ്ങനെ നടന്നിങ്ങനെ പോവാണ്, കണ്ടില്ലേ. എങ്ങനെയുണ്ട് ഗൈസ്, ഇന്റർലാക്കൻ ഇഷ്ടപ്പെട്ടോ? നമുക്കിനി നടന്ന് ഇതെടുത്ത സ്ഥലത്തേക്ക് മെല്ലെ പോവാം. കണ്ടില്ല ഗൈസ്, ഇതാണ് ഇന്റർലാക്കൻ. ഇതൊക്കെയാണ് ഇന്റർലാക്കൻ. സോ നമുക്കിനി മെല്ലെ നടന്ന് അടുത്ത സ്ഥലത്തേക്ക് പോവാം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞല്ലോ ഇന്നൊരു സ്ട്രിക്റ്റ് സ്കെഡ്യൂളാണ്. ഇന്നൊരു ദിവസം കൊണ്ട് നമുക്ക് കുറേ സ്ഥലങ്ങൾ കവർ ചെയ്യാനുണ്ട്. കാരണം ഞാൻ മറ്റേ വൺ ഡേ പാസ് എടുത്തുകൊണ്ടാണ് ഇങ്ങനെ ഓടിപ്പാഞ്ഞ് എല്ലായിടത്തും പോകേണ്ടി വരുന്നത്. നോ വറീസ്, നമുക്കെന്തായാലും കാണാൻ പറ്റുന്നിടത്തൊക്കെ കാണാം. ബാക്കിയുള്ളതൊക്കെ നമുക്ക് മെല്ലെ എക്സ്പ്ലോർ ചെയ്യാം. നമ്മളിവിടെയൊക്കെ തന്നെയല്ലേ നീ ഉള്ളത്. നോ വറീസ്. കാണാൻ ഒരു സ്വാൻ പോകുന്നു ഗൈസ്, കണ്ടോ. അവൻ ഒറ്റയ്ക്ക് നീന്താ അവിടെ. ഏതാ സൈസ് നോക്കാൻ പറ്റാം. കൊള്ളാം. ഇന്റർലാക്കൻ പൊളി, ഒന്നും പറയില്ല. നമ്മളെ ഗൈസ് മെഗ്ഡിയിൽ വന്നതാണ്. ഒന്നുമല്ല, വെറുതെ എന്തെങ്കിലും കഴിക്കാം, കുടിക്കാം, പിന്നെ ബാത്റൂമൊക്കെ ഒന്ന് യൂസ് ചെയ്യാൻ വിചാരിച്ച് കയറിയതാണ്. നമ്മുടെ അടുത്ത ട്രെയിൻ ഇനിയിപ്പോൾ 11 മണിക്ക് എന്തോ ആണ്. അപ്പോൾ ഇനിയിപ്പോൾ ഒരു 30 മിനിറ്റ്സിനടുത്ത് ടൈമുണ്ട്. നമ്മൾ പിന്നെ ഇപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് ഇന്റർലാക്കൻ സിറ്റി ആട്ടോ. ഔട്ട്സ്കേർട്സിൽ നിറയെ സ്ഥലങ്ങൾ കാണാനൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് എല്ലാം കൂടെ ഇന്ന് പറ്റൂല. വേറൊരു ദിവസം നമുക്കിവിടെ വന്ന് സ്റ്റേ അടിച്ച് ഒരു 2 ദിവസം ഇവിടെ നിന്ന് സ്ഥലങ്ങളൊക്കെ ഒന്ന് കണ്ട് എക്സ്പ്ലോർ ചെയ്തിട്ട് നമുക്ക് എന്തായാലും ഒരു വീഡിയോ നമ്മൾ ഇടുന്നതായിരിക്കും. സോ അപ്പോൾ നമ്മളിതെല്ലാം കഴിച്ചിട്ട് നേരെ നമ്മുടെ അടുത്ത പ്ലേസിലേക്ക് പോകാം, ലുത്സാൻ. അപ്പോൾ ആ ട്രെയിൻ ജേണിയാണ് ഗൈസ് നിങ്ങൾ കാണേണ്ടത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്വിറ്റ്സർലാൻഡ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന കുറേ ലാൻഡ്സ്കേപ്സൊക്കെ ആയിട്ടുള്ള വിഷ്വൽസൊക്കെ ഉണ്ടല്ലോ, അത് നമുക്ക് ഈ ട്രെയിനിൽ കൂടെയാണ് കിട്ടുക. അപ്പോൾ നമുക്ക് സെറ്റാക്കാം. ഇതൊന്ന് കഴിഞ്ഞ് വേറെ ഇടാം. വെൽക്കം ഇന്റർലാക്കൻ എന്നൊക്കെ പറഞ്ഞ് എഴുതി വെച്ച ബോർഡ് കണ്ടോ. അപ്പോൾ നമ്മൾ മെഗ്ഡിയിൽ നിന്ന് ഇറങ്ങി മെല്ലെ റെയിൽവേ സ്റ്റേഷൻ ലക്ഷ്യമിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് അധികം പേരൊന്നും ഇവിടെ കാണുന്നില്ല കേട്ടോ. ബുധനാഴ്ച ആയതുകൊണ്ടാണോ അതോ ഇനിയിപ്പോൾ അധികം ടൂറിസ്റ്റുകൾ വരാത്ത സീസൺ ആണോ എന്നൊന്നും അറിയില്ല. എന്തായാലും ഭയങ്കര പീസ്ഫുള്ളായിട്ടുണ്ട്. എന്തായാലും ഇവിടെയൊക്കെ താമസിക്കുന്ന ആൾക്കാരുടെ ഒരു ഭാഗ്യം ആലോചിച്ച് നോക്കി. നല്ല അടിപൊളി സീനറിയൊക്കെ കണ്ടിങ്ങനെ ചില്ല് ചെയ്ത് ഇങ്ങനെ ജീവിക്കുക. നല്ല ക്ലൈമറ്റും. ഇവിടെ 360 മലകളാട്ടോ. നോക്കി 360 ഡിഗ്രി മലകളാണ് എല്ലായിടത്തും. കണ്ടോ, ഫുൾ മലകളാൽ ചുറ്റപ്പെട്ട ഒരു ഗ്രാമം. അതാണ് ഇന്റർലാക്കൻ. ഏതായാലും നമുക്കിനിപ്പോൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകാം ഗൈസ്. അങ്ങനെ നമ്മൾ ഇന്റർലാക്കൻ ഓസ്റ്റ് നമ്മുടെ റെയിൽവേ സ്റ്റേഷനിലെത്തി. നമ്മുടെ അടുത്ത ട്രെയിനിന് 12:04 ലുത്സാനിലേക്ക് പ്ലാറ്റ്ഫോം നമ്പർ 4. ഗുഡ്. അപ്പോൾ നമ്മൾ ഓടി ഒന്ന് ട്രെയിനിൽ കയറി. കറക്റ്റ് ടൈമായിരുന്നു. എന്ത് പറ്റിയെന്നറിയില്ല. എന്തായാലും ഇനിയാണ് നമ്മുടെ മെയിൻ സ്ഥലം ലുത്സാൻ. അനൗൺസ്മെൻറ്റ് കാരണം എന്തെങ്കിലും കേൾക്കുന്നുണ്ടോ അറിയില്ല. ഗൈസ്, ആ മൗണ്ടെയിൻസ് ഉണ്ടോ, അതാണ് മൗണ്ട് പിലാറ്റസ്.
അത് സ്വിറ്റ്സർലാൻഡത്തെ ഭയങ്കര ഹൈറ്റുള്ളൊരു മൗണ്ടൻ റേഞ്ച് ആണ് കേട്ടോ. നല്ല രസമല്ലേ? ഇവിടെ എന്തൊക്കെയോ കൺസ്ട്രക്ഷനൊക്കെ നടക്കണ്ടല്ലോ, കുറേ JCB അത് ഇതെല്ലാം കൊണ്ടിട്ടിട്ടുണ്ട്. എന്തായാലും കൊള്ളാം. ആ ഒരു വ്യൂ കണ്ടില്ലേ? ട്രെയിൻ കണ്ട മേലെ ഫുള്ള് വെന്റിലേഷൻ, ആൾക്കാർക്ക് കാണാൻ വേണ്ടിയിട്ട്, ഫുൾ വ്യൂ കിട്ടാൻ വേണ്ടി. വാവ്, ഒരു വാലിയൊക്കെ കാണാം നമുക്ക് താഴെ. എന്ത് രസമാണ്, ഫുള്ള് പച്ചപ്പ്, കുറേ പശുക്കളും ഇതുണ്ടല്ലേ ഇങ്ങനെ. എന്ത് രസമല്ലേ, ഭയങ്കര ബ്യൂട്ടിഫുൾ സീനറി അല്ലേ. എന്ത് ഭംഗിയാവും. ഒരു ഡ്രോണൊക്കെ പുറത്താണ് ഇതിൻ്റെ മേലെ കൂടെ. അതിനെന്തൊക്കെയോ പാസൊക്കെ എടുക്കണം കേട്ടോ, അല്ലാണ്ട് വെറുതെ പോയി പുറത്താനൊന്നും പറ്റൂല. എന്നാലും എന്താ വ്യൂ, എൻ്റെ അമ്മോ, എന്താ കിടുക്കാച്ച് വ്യൂ നോക്കി നിങ്ങൾ. എൻ്റെ ചെവിടൊക്കെ അടഞ്ഞ്. നമ്മൾ ഈ മല കയറി ഇറങ്ങിയൊക്കെ പോകുന്നത്. ഈ ട്രെയിൻ ഇങ്ങനെ കയറ്റം കയറി ഇറങ്ങൊക്കെ ചെയ്യുന്നുണ്ട്. ഇൻക്ലിനേഷനൊക്കെ കയറിയിട്ട് ചെവിട് മൊത്തം അടഞ്ഞ് പ്രഷറായിട്ട്. എന്താ മോനെ, എന്ത് രസമൊക്കെ സ്ഥലം കാണാൻ. ഒരു രക്ഷയില്ലാത്ത സ്ഥലം അല്ലേ. എൻ്റെ മോനെ ഗൈസ്, ഒരു രക്ഷയിലുണ്ടോ. നമ്മളിപ്പോൾ ഇവിടെ ഒരു സ്റ്റേഷനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. സ്ഥലത്തിൻ്റെ പേര് ലുങ്ങാൺ. ഇനിയിപ്പോൾ നമുക്ക് അടുത്ത 1, 2, 3, 4 സ്റ്റേഷനോടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ലുച്ചണെത്തും. എന്ത് രസമല്ലേ സ്ഥലങ്ങളൊക്കെ കാണാൻ, അടിപൊളിയല്ലേ. ഓ, സമയം ഇത്രയായിട്ടും മേലെ കണ്ട ഇങ്ങനെ ക്ലൗഡിങ് ഇങ്ങനെ നിൽക്കുന്നത്. റെയിൽവേ സ്റ്റേഷൻ തിലുങ്കാട്. കൊള്ളാം, നല്ല ഭംഗിയുള്ള റെയിൽവേ സ്റ്റേഷൻ. ഇവിടെ ഇറങ്ങിയിട്ട് ബാക്കോട്ട് കുറേ നടന്നു കഴിഞ്ഞാൽ നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളൊക്കെ കാണാൻ പറ്റും. ലുങ്കാണെന്ന് ട്രെയിൻ എടുത്തു. പക്ഷേ ഗൈസ്, എന്താ പറയുക, ഒന്നും പറയാനില്ല, പറയാൻ വാക്കുകളില്ല. അങ്ങനത്തെ രീതിയിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമായി സ്ഥലം കാണാം. ഇത് നല്ല ബ്യൂട്ടിഫുൾ അല്ലേ. ഏറ്റവും വലിയ ഹൈലൈറ്റ് ഉണ്ട് ആ വെള്ളം തന്നെ, നീല കളർ വെള്ളം. പോകുന്ന നമ്മുടെ ട്രെയിൻ എങ്ങനെയുണ്ട് ഗൈസ്, എങ്ങനെയുണ്ട് നമ്മുടെ ലുങ്കാൺ എന്ന് പറഞ്ഞ സ്ഥലം? അടിപൊളിയല്ലേ. ഇവിടത്തൊക്കെ ബിൽഡിങ്സ് കണ്ടു. ഇവിടെയൊക്കെ ഇറങ്ങിയിട്ട് നമുക്ക് ശരിക്കും ഇവിടെ ആ ബിൽഡിങ്സും അത് ഇതെല്ലാം ഇങ്ങനെ പോയി നോക്കി കുറേ ഫോട്ടോസൊക്കെ എടുക്കണം. പൊളിയായിരിക്കും അതൊക്കെ. ഞാൻ സ്ഥലം ഇങ്ങോട്ട് തിരിഞ്ഞ് മാറിയിരുന്നതാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഗൂഗിളിൽ നോക്കിയപ്പോൾ അവർ പറഞ്ഞ് നമ്മൾ ലുച്ചാണ്ടിക്ക് പോകുന്ന സമയത്ത് ട്രെയിനിൻ്റെ ഈ സൈഡിലായിട്ട് ഇരിക്കണം എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഇരുന്നാലുള്ള നല്ല വ്യൂ ഒക്കെ കിട്ടുള്ളൂ. അപ്പുറത്തെ സൈഡിൽ ഒരു വ്യൂ ഇല്ല. ഇത് കേട്ടോ, എന്ത് ഭംഗി നോക്കിയേ. എൻ്റെ ഒരു രക്ഷയില്ല. എന്താ സാധനം നോക്കി, എന്ത് രസമൊക്കെ. ഇതൊക്കെ താഴെ ബിൽഡിങ്ങുകളും വീടുകളും ആൾക്കാരൊക്കെ നിന്നിങ്ങനെ ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട്. ഇതൊക്കെ ഭയങ്കര പോപ്പുലർ ആയിട്ടുള്ള സ്ഥലങ്ങളാട്ടോ. ചില എല്ലാവരും വരുന്ന സമയത്ത് വരുന്നത്. അതവിടെ ബോട്ടിങ്ങിൽ പോകുന്നുണ്ട്. ബോട്ടിൽ പോകുന്നവർക്ക് ഫിഷിങ്ങിനൊക്കെ ആയിട്ട് ആൾക്കാർ. പണി നടക്കുന്ന വീടൊക്കെ, JCB. നൈസല്ലേ ഗൈസ്? അമ്മോ, എന്താ രസം നോക്കിയാ. ഓഫ് ഗൈസ്, ഞാൻ വൈഡ് ആംഗിൾ ഇട്ട് കാണിച്ചു തരാം. എന്ത് ഭംഗിയോ, എന്ത് രസമാണ്. ഒരു ലേക്ക്, അതിൻ്റെ ബാക്കിലൊരു മല, അതിൻ്റെ സൈഡിൽ ഇങ്ങനെ മെഡോസ് ഇങ്ങനെ നീണ്ടു നിറഞ്ഞ് കിടക്കുന്നു. വീടുകൾ, വണ്ടികൾ, റോഡ്, എന്ത് വൃത്തിയായിട്ടും എന്ത് അടിപൊളിയായിട്ട് ഓരോന്ന് ചെയ്ത് വെച്ചേക്കണം. ആ ഇതൊക്കെ ഉണ്ടോ, ബിൽഡിങ്സിൻ്റെ ഒക്കെ ഇത് കണ്ടോ, നമ്മുടെ സ്വിറ്റ്സർലാൻഡിൻ്റെ ആ ഒരു ക്ലാസിക് ടച്ചോട് കൂടിയിട്ടുള്ള വീടുകളോ, വീടാന്ന് തോന്നുന്നു, അറിയില്ല. ഇത് വീടാണ്. ഒക്കെ എന്ത് രസം നോക്കുമ്പോ, അടിപൊളിയല്ലേ, സൂപ്പറല്ലേ. ഏയ് കണ്ടോ ഗൈസ്, എങ്ങനെയുണ്ട് നിൽക്കുന്ന കണ്ടോ, വ്യൂ കണ്ടോ നിങ്ങൾ. ഓരോ ബിൽഡിങ്സും നീണ്ടു നിവർന്ന് കിടക്കുന്ന പരവതാനി വിരിച്ച പോലത്തെ നമ്മുടെ പാടങ്ങളും മലകളും മേഘങ്ങളും. എന്താ ഭംഗി, വാവ്, ഒന്നും പറയാനില്ല ഗൈസ്, ഒന്നും പറയാനില്ല.
അനൗൺസ്മെന്റ് വന്നു. Nächster Halt, Giswil. അതെ അതെ, Next stop, Giswil. ഗിസ്വിൽ എന്ന് പറഞ്ഞ സ്റ്റോപ്പിലാണ് നമ്മൾ ഇറങ്ങാൻ പോകുന്നത്. നമ്മളിപ്പോൾ ഒരു ചെറിയ ഇറക്കം ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ട്രെയിൻ ഇപ്പം ഇങ്ങനെ കാണാം, ഇങ്ങനെ അഴിക്ക് പോകുന്നത് കണ്ടോ. ഇറക്കം ഇറങ്ങുന്നുണ്ടോ ട്രെയിൻ ഗൈസ്? Oh wow, look at the eagle. Or lime tree. Good, good. Wow. പള്ളി കണ്ടോ അവിടെ നടുക്കൊരു പള്ളി. പള്ളി നമ്മുടെ കോഞ്ചൂറിങ്ങിലൊക്കെ കാണുന്ന ടൈപ്പ് പള്ളി കണ്ടോ. നല്ല രസം കേട്ടോ സ്ഥലങ്ങളൊക്കെ കാണാൻ, അല്ലേ? ബിൽഡിങ്സും എല്ലാം കാണാൻ വേണ്ടിയിട്ട് നല്ല രസമല്ലേ? എങ്ങനെയുണ്ട് ഗൈസ് സ്വിറ്റ്സർലാൻഡ്? അതായത് ഇപ്പോൾ നമ്മൾ ഇൻ്റർലാക്കൻ ടു ലുറ്റ്സാൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ വിഷ്വൽസാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എല്ലാം കൺട്രി സൈഡാണ് കേട്ടോ, സിറ്റി ഒന്നുമല്ല, ഇത് മൊത്തം കൺട്രി സൈഡാണ്. കൺട്രി സൈഡ് ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. ഇവിടെ മെയിനായിട്ട് ആൾക്കാർ ഫാമിങ്ങൊക്കെ തന്നെയാണ് പരിപാടി. പിന്നെ ടൂറിസം ഉണ്ടല്ലോ, പിന്നെ പ്രത്യേകിച്ച് ഞാൻ പറയണ്ടല്ലോ. ഇതുപോലത്തെ സ്ഥലങ്ങൾ കാണാൻ വേണ്ടി ആൾക്കാർ ഇങ്ങനെ വരും. കണ്ടില്ലേ എന്താ രസം. ഞാൻ അന്ന് നമ്മൾ സൂരക്ക് എയർപോർട്ടിൽ ഇറങ്ങിയ സമയത്ത് തന്നെ ഞാൻ പറഞ്ഞില്ലേ, ഫുള്ള് പച്ചപ്പ് കണ്ടിട്ട് എൻ്റെ മോൻ എന്ത് ചെയ്താൽ അതിലും കൂടുതൽ പച്ചപ്പുണ്ട്. ആ മലകളൊക്കെ നോക്കി ഇങ്ങനെ നിരന്ന് ഇങ്ങനെ കിടക്കുന്നത് എന്താ ഭംഗി. ഇവിടെയൊക്കെയുള്ള ആൾക്കാരുടെ ഇതാലോചിച്ച് നേരെ രാവിലെ ആകുമ്പോൾ പുറത്തിറങ്ങി വരിക, ഈ വ്യൂ അങ്ങ് കാണുക, പൊളിക്കുക. പക്ഷെ കുറേയൊക്കെ കാണുമ്പോൾ ബോറടിക്കുമല്ലേ, ശരിയാണ്. നമ്മളിതിപ്പോൾ വല്ലപ്പോഴും കാണുമ്പോഴാണ് നമുക്ക് ഇത്രയൊരു ഇതുള്ളത്, എക്സൈറ്റ്മെൻ്റ് ഒക്കെ ഉള്ളത്. ഡെയിലി തന്നെ കണ്ടുതുടങ്ങി കഴിഞ്ഞാൽ പിന്നെ ആൾക്കാർക്ക് ബോറടിക്കുമല്ലോ. എല്ലാം കൊള്ളാം. നമ്മളങ്ങനെ അടുത്ത സ്റ്റോപ്പിൽ എത്തിയിട്ടുണ്ട്, ഗിസ്വിൽ. കൊള്ളാം. ഇതാണ് നമ്മുടെ സ്റ്റേഷൻ. ഓ, ഈ ബിൽഡിംഗ് നോക്കി നല്ല രസമല്ലേ കാണുന്നത്? അടിപൊളി ഒരു ബിൽഡിംഗ്. നമ്മൾ ഗിസ്വിലെത്തി. അങ്ങനെ ഗൈസ് നമ്മൾ ലുറ്റ്സാൻ എത്താനായി. ഒരു 15 മിനിറ്റിൽ നമ്മൾ ലുറ്റ്സാൻ എത്തും. ഇവിടേക്ക് എന്തോ കൃഷിയാണെന്ന് തോന്നുന്നുണ്ട്. ട്രാക്ടറും JCB ഒക്കെ കൊണ്ടുവന്ന് എന്തൊക്കെയോ പണിയെടുക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും നല്ല പ്രകൃതി രമണീയമായ സ്വിറ്റ്സർലാൻഡിലെ ഓരോ ഗ്രാമങ്ങളിലൂടെ നമ്മളിങ്ങനെ ട്രെയിനിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നുണ്ട്. നിങ്ങൾക്ക് എന്താണെന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. സോ നമ്മളിപ്പോൾ ലുറ്റ്സാനിൽ എത്തുന്നതിനെയും ഒരു 10-15 മിനിറ്റിനുള്ളിൽ. സോ യെസ്, ആണ് നമ്മൾ വന്ന ട്രെയിന്. ഇത് ഇവിടെ നിന്ന് തിരിച്ചു പോവാണ്. ഇനിയിപ്പോൾ നമ്മൾ ഇൻ്റർലാക്കനിലേക്ക് തിരിച്ചു പോവാണ് ഇനി ഇത്. അപ്പോൾ നമ്മളിനി അടുത്തത് പോകാൻ പോണേ ഗൈസ് എവിടേക്കാന്നല്ലേ? നമ്മൾ വിറ്റ്സ്നൗ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് പോണേ. അവിടേക്ക് നമ്മൾ ഷിപ്പിലാണ് പോണത്. അതാണ് ഈ ട്രിപ്പിൽ ഏറ്റവും വലിയ ഹൈലൈറ്റ് ഗൈസ്. അപ്പോൾ നമ്മൾ ലുറ്റ്സാൻ റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ നിന്ന് പുറത്തിറങ്ങി. ഇവിടെ ട്രാമൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ, കുറേ ഇതൊക്കെ കാണുന്നുണ്ട്. വെൽക്കം ഇൻ ലുറ്റ്സാൻ. കൊള്ളാം. അപ്പം നമ്മുടെ ഷിപ്പ് ഇതാണ്ട് അവിടെ കിടക്കുന്നുണ്ട്. അതാണ് നമ്മുടെ എൻട്രി പോയിന്റ്. അവിടുന്ന് ഷിപ്പ് കയറുക നേരെ വിറ്റ്സ്നൗ. അവിടെ നോക്കിയാൽ മറ്റേ സാധനം യന്ത്രൂഞ്ഞാലൊക്കെ ഉണ്ട് കണ്ടാ, സ്വിറ്റ്സർലാൻഡിൻ്റെ ഫ്ലാഗും. മൊത്തത്തിൽ ഇതൊരു വലിയൊരു അത്യാവശ്യം അടിപൊളി സെറ്റപ്പ് സ്ഥലം കേട്ടോ. നോക്കി പുള്ളി ഭയങ്കര ഡെവലപ്മെൻ്റ് ഒക്കെ ആയിട്ട് ഇങ്ങനെ എന്താ പറയുക, മറ്റേ നമ്മൾ നേരത്തെ കണ്ടതുപോലുള്ള ഒരു ഗ്രാമം അതൊന്നുമല്ല. കണ്ടോ, നല്ല തണുപ്പുണ്ട് കേട്ടോ. 7 ഡിഗ്രി എന്താണിപ്പോൾ. 2 മണിയാവുന്നു. നമുക്കിനിയിപ്പോൾ 2:07 നോക്കണം. ഇവിടെ കൊടുത്തിട്ടുണ്ട് ഗൈസ്. ഇത് തന്നെ കേട്ടോ നമ്മളെ ഷിപ്പ്. ഇവിടെ നോക്കി എഴുതി വെച്ചേക്കണ ഹിന്ദിയിലൊക്കെ സ്വാഗത്, വെൽക്കം. അവിടെ ടിക്കറ്റ് ചെക്കറൊക്കെ നിൽക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് നേരെ നല്ല സ്പോട്ട് കിട്ടാൻ നോക്കാം. കിട്ടുകയാണെങ്കിൽ പൊളിക്കും ഗൈസ്. ബാർ കൗണ്ടറൊക്കെ ഉണ്ടോ ബോട്ടിനകത്ത്? ബോട്ടല്ല, ഒരു വലിയ ഷിപ്പ് തന്നെ. ഇതാണ് ഗൈസ് ലുറ്റ്സാൻ സിറ്റി. കണ്ടോ, നമ്മളപ്പോൾ ഇവിടുന്ന് ശരിക്കും നമ്മൾ കുറച്ചധികം ടൈം ഇവിടെ സ്പെൻഡ് ചെയ്യേണ്ടതായിരുന്നു, ഇതെല്ലാം പോയി കണ്ട് കറങ്ങി വരാൻ. പക്ഷെ നമുക്കതിന് ടൈം കിട്ടിയില്ല. കുറച്ചൊന്നും ഇടയിൽ ടൈമൊന്നും ഇതായിപ്പോയി. സീനില്ല, നമ്മൾ വൈകുന്നേരം തിരിച്ച് ഇവിടെ നിന്ന് തന്നെയാണ് നമുക്ക് ട്രെയിനിൽ ഇപ്പോൾ തിരിച്ച് കയറേണ്ടത്. അപ്പോൾ അവിടെ വന്നിട്ട് നമുക്ക് കയറാം. എന്തായാലും പുറത്ത് തന്നെ അവിടെ ഫ്രണ്ടിൽ ഇരിക്കാൻ സ്ഥലം ഇല്ലയെന്ന് എനിക്ക് തോന്നണേ. നമുക്കിങ്ങനെ സൈഡിൽ നിന്ന് വ്യൂ ഒക്കെ കണ്ട് ഇങ്ങനെ ഇരിക്കാം അല്ലേ. ഒരു 1.5 മണിക്കൂർ 2 മണിക്കൂറിന് അടുത്തുണ്ട് ഈ ഷിപ്പ് യാത്ര. ഫസ്റ്റ് ക്ലാസ് എടുത്തിരിക്കും എൻ്റെ മേലിരുന്ന് നന്നായി കാണരുതല്ലേ. സീനില്ല, അടുത്ത തവണ ആട്ടെ. എല്ലാം നമ്മൾ ഇപ്പോൾ തന്നെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എക്സ്പ്ലോർ ചെയ്യാനൊന്നുമില്ല ഇടയിൽ പോലെ. കണ്ടോ ഗൈസ്, കപ്പൽ എടുത്തു തുടങ്ങി. കണ്ടില്ലേ, ഞാനിതിൻ്റെ ഫ്രണ്ടിൽ വന്ന് നിന്നാണ്. ഒരാൾക്കാരൊക്കെ നിന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട്, വീഡിയോ എടുക്കുന്നുണ്ട്. പക്ഷേ ഇതാണ്ട് മണിയൊക്കെ നിൽക്കുന്നുണ്ട്. പക്ഷെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ഇവിടെ വെയിലും കൊണ്ടിരിക്കണം, അസുഖം പിടിക്കും. ടിക്കറ്റ് ചെക്കർ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതുകൊണ്ട് കുറച്ച് സൈഡിൽ അവിടെ ഒരു സ്ഥലത്ത് പോയിരിക്കാൻ വിചാരിച്ച്. നല്ല കാറ്റുണ്ട്. അമ്മോ വ്യൂ ഉണ്ടോ? വ്യൂ ഉണ്ടല്ലേ, എല്ലാവരും ഫോട്ടോ വീഡിയോ ഒക്കെ എടുത്തുകൊണ്ടിരിക്കുക. ആ കിടിലം വ്യൂ അല്ലോ. ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും സ്റ്റേബിളായിട്ടുള്ള ഒരു കപ്പലിൽ കയറിയേക്കണേ. നല്ല സുഖം ഉണ്ടിരിക്കാനും ഇങ്ങനെ മൂവ് ചെയ്യണതിൻ്റെ ഒരു ഇതൊന്നുമില്ല. അതിനിപ്പോൾ ഈ ലേക്കിൻ്റെ മേലെ പോകുന്നതുകൊണ്ടാണോ എന്ന് അറിയില്ല കേട്ടോ. കടലിലാണെങ്കിൽ ഇങ്ങനെ ഇളകി നമുക്കൊരു സീ സിക്നസ് ഒക്കെ വരുമല്ലേ. ഇതും കൊള്ളാം, നല്ല അടിപൊളി വ്യൂ ആയിട്ട് ഇങ്ങനെ കണ്ടുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക. സൂപ്പറല്ലേ? ഇങ്ങനെയുണ്ട് ഗൈസ്. വരുന്നുണ്ടോ ഒരു കിടിലൻ ഷിപ്പ്? കുട്ടി ഷിപ്പാന്ന് തോന്നുന്നല്ലേ. സ്വിറ്റ്സർലാൻഡിൻ്റെ ഫ്ലാഗൊക്കെ വെച്ച് വരുന്നുണ്ട്. നോക്ക്. നമ്മൾ ഇതേമാതിരി ഒരെണ്ണത്തിലാണ് സൈഡിലിരുന്ന് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കണം. കണ്ടോ ഗൈസ്? എങ്ങനെയുണ്ട്? പൊളിയല്ലേ? നമ്മളിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഫോൺ എൻ്റെ തെറ്റി താഴെ വീണാ വെള്ളത്തിൽ പോയി എന്നെ നിൽക്കുക ഞാൻ. എന്താണെന്ന് അറിയില്ല, തണുപ്പൊന്നുമില്ല, പക്ഷേ ചെറിയൊരു കുളിര്. ഞാൻ ഉള്ളിൽ പോയി ഇരുന്നാലെന്ന് ആലോചിക്കുക. കാറ്റടിക്കണേൻ്റെ തോന്നുന്നുണ്ട്, എനിക്ക് കാറ്റ് പറ്റുന്നില്ല. ഓക്കെ ലൈൻ കട്ട് ഗൈസ്. നല്ല കീടിലും വ്യൂ ആയിട്ട് നമ്മളിങ്ങനെ നമ്മുടെ കപ്പൽ സഫാരി പൊളിച്ചടിക്കൊണ്ടിരിക്കുകയാണ്. സ്വിറ്റ്സർലാൻഡിൽ എല്ലാവരും ഫ്ലാഗും കൂടെ ഉണ്ട് ബാക്കിൽ. കണ്ടോ? എനിക്ക് ഇവിടെ തന്നെ സ്പോട്ട് കിട്ടി. ഇങ്ങനെ വീഡിയോ ഒക്കെ എടുത്തുകൊണ്ടിരിക്കുക, ഫോട്ടോ ഒക്കെ എടുത്തുകൊണ്ടിരിക്കുക. മലനിരകളുടെ ഇടയിലുള്ള ലേക്കിലൂടെ നമ്മളിങ്ങനെ അൽപ്പൊളി അടിപൊളിയായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഒരു രക്ഷയില്ല ഗൈസ്. കിടിലം ട്രിപ്പ്, കിടിലം. ഇത് വെക്കീസ് എന്ന് പറഞ്ഞൊരു സ്റ്റോപ്പായിരുന്നു ഗൈസ്. അപ്പോൾ നമ്മളിവിടെ നിന്ന് ഇങ്ങനെ പോവാണ്. ഇതുണ്ടോ അവിടെ ഒരു ക്ലോക്ക് ടവറോ എന്തോ ചേർച്ച് എന്തോ ആണത്. ഇങ്ങനത്തെ നല്ല അടിപൊളി കുറേ ചേർച്ചുകളുണ്ട് കേട്ടോ ഇവിടെയൊക്കെ. കുറേ ഉണ്ട്. ഒക്കെ നമുക്ക് വരണം, എല്ലാം വീഡിയോ ഫോട്ടോ ഒക്കെ എടുക്കാനൊക്കെ ഉണ്ട്. നമുക്ക് ഇതിൻ്റെ രസമെന്ന് വെച്ചാൽ സ്ഥലം കാണാനൊക്കെ ആയിട്ട് അല്ലേ. ഇത് അടിപൊളിയാ. ഈ ഷിപ്പിനകത്തുള്ള ഒട്ടുമിക്ക എല്ലാ എണ്ണം ഫോട്ടോ വീഡിയോ ഒക്കെ എടുത്തിട്ട് ഞാൻ നടക്കാം കേട്ടോ. DSLR ഒക്കെ കൊണ്ട് ടീംസ് ഇറങ്ങിയിട്ടുണ്ട്. കിളികൾ പറക്കുന്നതൊക്കെ ബാക്കിൽ എന്ത് രസമല്ലേ. നല്ലൊരു സണ്ണി ഡേ ആണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ. ഇങ്ങനെ ഇവിടെയൊക്കെ വന്ന് ഇങ്ങനെ ചില്ല് ചെയ്യണം, ഇങ്ങനെ ആർമത്തിക്കണം, ഇങ്ങനെ നല്ല രസം. അപ്പോൾ അടുത്ത സ്റ്റോപ്പാണ് നമ്മളവിടെ നിന്ന് ഇറക്കും. ഈ കിളികളെന്താ എന്നെ ഫോളോ ചെയ്യാണ്. കൊള്ളാം, അടിപൊളി വ്യൂ അല്ലേ. ആ സ്ഥലത്തേക്ക് ഇങ്ങനെ വ്യൂ ഒന്നുമില്ല, ഫുള്ള് മലയാണ്. വെളിച്ചം കാരണം അത് കാണുന്നില്ല. സൺലൈറ്റ് ഇപ്പം അവിടെയാണ്. ഈ സിറ്റി ഇപ്പം കാണാം. അടിപൊളി. എൻ്റെ അമ്മോ, എന്താ ഒരു വ്യൂ അല്ലേ. നമ്മൾ വേറെ ഏതൊരു സ്റ്റോപ്പിലേക്ക് എത്തി തോന്നുന്നുണ്ട്. കണ്ടോ ആ ക്ലോക്ക് ടവറൊക്കെ നോക്കി. ഞാൻ പറഞ്ഞില്ലേ, എല്ലാ സ്ഥലത്തും ഇതേപോലെ ചേർച്ചിൻ്റെ അവിടെ ഇങ്ങനെ ക്ലോക്ക് ടവറൊക്കെ നല്ല ഭംഗിയിൽ ഇങ്ങനെ നിൽക്കുന്നതാണ്. നല്ല രസമാണ് കാണാനൊക്കെ. ഇതേ സ്ഥലത്തിൻ്റെ പേരെന്താ, ഗ്രൂസി. അവിടെയാണ് ഇപ്പോഴത്തെ സ്റ്റോപ്പ്. കണ്ടോ കൊള്ളാം, അടിപൊളി. അപ്പോൾ അടുത്തതാണ് നമ്മുടെ സ്റ്റോപ്പ്. ഞാനെന്നാൽ ഫ്രണ്ടിലേക്ക് പോയിരിക്കട്ടെ. ഓക്കെ, അടുപ്പിക്കുന്നുണ്ട്. ഗൈസ്, ചെറിയൊരു പണി കിട്ടി. ഇത് തന്നെയാട്ടോ നമ്മുടെ സ്ഥലം. ബിറ്റ്സിനോ ഞാൻ അത് കണ്ടില്ല. ഞാൻ വേറെ സ്ഥലം വിചാരിച്ചിട്ട് ഇങ്ങനെ അവിടെ ഇരിക്കരുത്. അപ്പോഴാണ് ഇതെൻ്റെ സ്ഥലം എന്ന് പറഞ്ഞിട്ട്. സോ ഗൈസ്, ഇങ്ങനത്തെ ഒരു സ്ഥാനത്തിൻ്റെ മണ്ടയ്ക്കാണ് നമ്മൾ കയറി പോകാൻ പോണേ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെയാണ് സംഭവം. ഈ മലമണ്ടയ്ക്കാണ് നമ്മൾ ഇന്ന് കയറി പോകാൻ പോണത്. ഗൈസ്, ഇതിൻ്റെ മേലൊക്കെ പോയി കഴിഞ്ഞാൽ എന്തെങ്കിലും കാണാൻ പറ്റുമോ? ഫുള്ള് മഞ്ഞോ എന്തൊക്കെയോ മൂടി ഇങ്ങനെ നിൽക്കുന്നുണ്ട് എൻ്റെ മണ്ടയ്ക്ക്. വേഗം തോന്നുന്നു. റിജി കുൽമ്പ്, റിജി ബാനൻ. കേട്ടാ ഏതാ വ്യൂ നോക്കി, ഫുള്ള് ടൂറിസ്റ്റാണ് കേട്ടോ. നിറയെ ആളാണ്. എന്തായാലും നമുക്ക് ഇതിൽ സീറ്റ് ഉണ്ടാവുമോ? സീറ്റ് ഉണ്ടെങ്കിലും നല്ല വ്യൂ കാണും. അല്ലെങ്കിൽ പിന്നെ ഇതിൽ കയറിയിട്ട് കാര്യമില്ല. എന്തായാലും നമുക്ക് ഇവിടെ കയറിയിട്ട് ബാക്കി കാണിച്ചു തരാം. ഓക്കെ, ഇത് ഫുള്ളായി തോന്നുന്നുണ്ട്. ആൾക്കാരൊക്കെ ഇവിടെ നിൽക്കണ്ടല്ലോ. അല്ലല്ല, ക്യൂ പാലിച്ച് പോവാം അല്ലേ. ഓക്കെ, ഇതാണ് ഐറ്റം. ഇതിനകത്ത് എന്തായാലും കയറാം. ഓക്കെ, ഇപ്പോൾ കയറി വന്നിരുന്നു ഗൈസ്. ഇതാണ് ഇവിടുത്തെ സീറ്റിങ്. ഇതിലൂടെ നമുക്കിങ്ങനെ കയറി പോവാം. നല്ല വ്യൂ കിട്ടും. സ്ഥലം പിടിച്ച് കണ്ടോ ഗൈസ്. വലിയൊരു ഇൻക്ലിനേഷൻ ഇങ്ങനെ മല മണ്ടക്കി കുത്തി കയറിക്കൊണ്ടിരിക്കുക. ഈ സൈഡ് ഫുള്ളാണ്. അതുകൊണ്ട് ഇരിക്കാനൊന്നും സ്ഥലമില്ല. അതുകൊണ്ട് ഞാനിപ്പോൾ ഇത്തിരി ബാക്കിൽ നിന്നിട്ട് വീഡിയോ എടുക്കാം. ഇറങ്ങുമ്പോൾ ഇനി ബാക്കി ഫുള്ളായിട്ട് എടുക്കണം. നല്ല വ്യൂ മൊത്തം ഈ സൈഡിലാണ്. ഉണ്ടാകും നേരത്തെ കയറി സീറ്റ് പിടിക്കണേനും കണ്ടില്ല. സീറ്റ് കിട്ടി ഗൈസ്. ഈ മലമണ്ടയിൽ താമസിക്കുന്ന ഒരു ടീം ഇറങ്ങിയപ്പോൾ ഞാനിവിടെ കയറിയിരുന്നു. കണ്ടോ, ഇവിടെ വലിയ സ്റ്റേഷനൊക്കെ പണിത് വെച്ചിട്ടുണ്ട് കേട്ടോ.
ഇവിടെ കുറേ ആൾക്കാർ താമസിക്കുന്നുണ്ട് മലേൻ്റെ മണ്ടയാണെങ്കിലും. നമുക്കിനി നല്ല കുറച്ചും കൂടി ഉള്ളൂ, ഒരു 10-15 മിനിറ്റ് കൂടി ഉണ്ട്. എന്തായാലും അതൊക്കെ ഇങ്ങനെ കണ്ട് ഇങ്ങനെ കയറാം, മല കയറാം. ഞാൻ മോനെ വ്യൂ കിട്ടിത്തുടങ്ങി. കണ്ട നമ്മൾ മലമണ്ടയിലേക്ക് എത്തി തുടങ്ങി ഗൈസ്. ഇനി നല്ല വ്യൂ ആയിരിക്കും ഇതിൻ്റെ മേലെ നിന്ന് കഴിഞ്ഞാൽ. എന്തായാലും ഇവിടെ ഇറങ്ങിപ്പോയതുകൊണ്ട് എനിക്ക് നല്ല ഇത് കിട്ടി. എൻ്റെ മോനെ ഗൈസ് നോക്കിയ വ്യൂ നോക്കിയ ഏത് രസം. എൻ്റെ മോനെ മഞ്ഞാണ് ഗൈസ്. ഇതെന്തോ മേഘം എന്തോ ഇങ്ങനെ മൂടി കിടക്കുന്നുണ്ട്, ഒന്നും കാണുന്നില്ല ഗൈസ്. ഈ സൈഡിൽ കണ്ട, ഈ സൈഡിൽ ഒരു കിടിലം വ്യൂ വന്നു. എൻ്റെ അമ്മോ ഓക്കെ. ഞാൻ അവിടെ പോയപ്പോഴത്തേക്കും ഇവിടെ പിന്നെയും വന്നു വേറെ വ്യൂ. ഏതല്ലേ ഏതൊക്കെ ഇതിൻ്റെ മേലെ പോയിട്ട് വിഷം ഫുള്ള് ബ്ലർ ആവുക ഗൈസ്. എനിക്ക് അതാണ് ഡൗട്ട്. ഇങ്ങനെ നമ്മൾ ക്ലൗഡ്സിൻ്റെ ഇടയിലാണോ കയറി പോയത് ഇപ്പോൾ? അയ്യോ പണിയിട്ടോ, ഇതൊരു സ്റ്റേഷൻ എത്തിയിട്ടുണ്ട് എന്തായാലും ഗൈസ്. ഒന്നും കാണാൻ പറ്റും തോന്നില്ല കേട്ടോ. നമ്മൾ ഫൈനൽ സ്റ്റോപ്പിലാണ് ഇറങ്ങണേ. ഇനിയും കുറച്ചുകൂടെ നേരമുണ്ട്. ഇപ്പം തന്നെ മൊത്തം കോട പോലെ എന്തോ ഒന്നിങ്ങനെ മൂടിയിട്ടുണ്ട്. എൻ്റെ അമ്മോ ഇതിപ്പോൾ എന്താക്കും നമ്മൾ വ്യൂ പോയിന്റ് നോക്കാൻ തരും നേരെ കയറിപ്പോയി. എൻ്റെ അമ്മോ ഇവിടെ നല്ല തണുപ്പാണല്ലോ. അവിടെ പട്ടിക്കൂട്ടനൊക്കെ കൊണ്ട് വന്നിട്ടുണ്ട് ഇതിൻ്റെ മണ്ടയ്ക്ക്. നല്ല തണുപ്പുണ്ട് കേട്ടോ. എല്ലാവരും കണ്ടാ ടൂറിസ്റ്റുകളാണ്. എത്ര ആൾക്കാരെ നമുക്ക് ഉണ്ടല്ലേ, നിറയെ ആൾക്കാരാണ്. ഒന്നും കാണില്ല അങ്ങോട്ടേക്ക്. എന്താ ഇത് ബാത്റൂം ഒക്കെ ഉണ്ട് അവിടെ. നമുക്ക് അങ്ങോട്ടാണ് പോകേണ്ടത്. നടന്ന് പോവാൻ അങ്ങോട്ട്. പൊളിപ്പൊളി ഹിന്ദിക്കാരുണ്ടല്ലോ പറയണ ഗൈസ്. നമ്മൾ വന്നത് അതിനാണെങ്കിലും ഇതേപോലത്തെ ഒരു വണ്ടി പോകുന്നുണ്ട്. നാളെ നടത്തിട്ട് പോവാ. ഒന്നും കാണല്ലോ കേട്ടോ. വിസിബിലിറ്റി 0 ആണ്. ഫുള്ള് ഇങ്ങനെ മഞ്ഞാണോ കോടയാണോ പോകാണോ എന്ത് കുന്താന്നറിയില്ല. എന്തായാലും നിറഞ്ഞിങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ. അയ്യോ ഇതിപ്പോൾ 1798 അടി ഉയരത്തിലാണ് നമ്മളിപ്പോൾ. നമുക്ക് ഇതിൻ്റെ മണ്ടയ്ക്ക് കയറി പോകണം. അതുകൊണ്ട് ആൾക്കാർ പോകുന്നുണ്ട്. അയ്യോ പൊളിക്കും നമ്മൾ. അതിൻ്റെ മേലെന്തോ വ്യൂ പോയിന്റ് ഒന്നും എന്തായാലും കയറി പോവാം. ഇവിടെ വന്നല്ലേ. ഇതൊക്കെ എന്ത് നിസ്സാരം, ഞാൻ ഓടിക്കേറിയതല്ലോ. വീഡിയോ ആയില്ലേ മതി. ഇവിടെ കണ്ടോ എന്തോ ഒരു ഇതൊക്കെ വെച്ചിട്ടുണ്ട് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട്. നമുക്ക് ഇനി ഒരെണ്ണം കൂടെ കയറി പോകുന്നുണ്ട് കണ്ടോ. ഇപ്പോഴേ വിഷനൊന്നുമില്ല. വ്യൂ പോയിന്റ് പോയിട്ട് കാര്യമില്ല. വെതർ ഷിറ്റായതുകൊണ്ടാണ് തോന്നുന്നുണ്ട്. ഫുള്ള് ഇങ്ങനെ ഫോഗ് പോലെ ഇങ്ങനെ നിന്നിട്ട് ഒരു സുഖമില്ല. ശരിക്കും ഇതിൻ്റെ മണ്ടയ്ക്ക് നിന്നിട്ട് നമുക്ക് കുറേ സ്ഥലം കാണാൻ പറ്റേണ്ടായിരുന്നു. ഇതിപ്പോൾ ഒന്നും നടക്കില്ല. എന്തായാലും ഇവിടെ വരെ വന്ന സ്ഥിതിക്ക് മണ്ടയ്ക്ക് കയറി പോകരുത്. ഒരു ഫോട്ടോ അങ്ങനെ എടുക്കാം. ഒന്നും കാണാൻ പറ്റുന്നില്ല. നമ്മൾ ഇപ്പോൾ ഏറ്റവും ഹയസ്റ്റ് പോയിന്റിലാണ് നിൽക്കുന്നത്. ശരിക്കും നമ്മൾ നല്ല വെതർ ആയിരുന്നെങ്കിൽ നമുക്ക് നമ്മുടെ ബാക്കിൽ കുറേ മലനിരകൾ ഇങ്ങനെ നിവർന്ന് കിടക്കണത് കാണാൻ പറ്റിയിരുന്നു. പക്ഷേ എന്ത് ചെയ്യാനാ, നമുക്കിന്ന് ഭാഗ്യമില്ല. നമ്മൾ വെതർ ചതിച്ചു. എൻ്റെ മനസ്സിലുണ്ടായിരുന്നു ഇങ്ങനെ ഒരു പണി കിട്ടുമെന്നുള്ളത്. നമുക്ക് പിന്നെ കുഴപ്പമില്ല, നമുക്ക് ഇടയ്ക്ക് വരാം. പക്ഷേ ഇതിനായിട്ട് വേറെ സ്ഥലത്തു നിന്നൊക്കെ വരുന്ന ആൾക്കാരുടെ അവസ്ഥ ഒന്ന് ആലോചിച്ചു. നെക്സ്റ്റ് ടൈം ഞാൻ മേലെ നിന്ന് താഴേക്ക് ഇറങ്ങി വന്ന് വ്യൂ ഒന്നും ഇല്ലല്ലോ. പിന്നെ നമ്മൾ വെറുതെ ആ തണുപ്പ് തന്നിട്ട് കാര്യമില്ല. 4 ഡിഗ്രി 5 ഡിഗ്രി ഒക്കെ. അപ്പോൾ ഇവിടെ ഒരു കഫേയിൽ വന്നിട്ട് ചൂട് ലാറ്റെ മക്കിയായിട്ട് കുടിക്കാൻ വിചാരിച്ചു. നല്ല ചൂടുണ്ട്. ഇതിനകത്ത് ഹീറ്ററൊക്കെ ഇട്ടിട്ട് നല്ല സുഖമുണ്ട്. ഇനി നമ്മുടെ ട്രെയിൻ 5 മണിക്കാണ്. ഇപ്പോൾ സമയം 4:30 ആയിട്ടുള്ളൂ. 1/2 മണിക്കൂർ നമുക്കിവിടെ ശരിക്കും പറഞ്ഞാൽ ഫോട്ടോ ഒക്കെ എടുക്കാൻ വിചാരിച്ചിട്ടാണ് വന്നത്. പക്ഷേ ഇനിയിപ്പോൾ എന്ത് ചെയ്യാനാ, ചില സമയത്ത് അങ്ങനെയാണ് വെതർ. അങ്ങനെ ആയതിനിപ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ആപ്പിൾ വെതറിനകത്തൊക്കെ പ്രോപ്പർ നല്ല വെതറിനാണ് കാണിച്ചത്. അതുകൊണ്ടാണ് നമ്മളിത് മൊത്തം പ്ലാൻ ചെയ്തത്. പക്ഷേ കുഴപ്പമില്ല, എന്തായാലും ഈ കോഫി കുടിക്കട്ടെ. കോഫിയല്ല, ലാറ്റെ മക്കിയായിട്ട്. എന്നിട്ട് നമുക്ക് 5 മണിക്ക് താഴേക്ക് ഇറങ്ങാം. ഇതിലും നല്ല വൃത്തിയിലേ നമ്മൾ മേലെ നിന്ന് കാണേണ്ടിയിരുന്നു. എന്താക്കാനാ, ഭാഗ്യമില്ല, കുഴപ്പമില്ല. എന്തെങ്കിലും ട്രെയിൻ താഴെ ഇറങ്ങുമ്പോഴെങ്കിലും നല്ല വൃത്തിയിൽ കാണാമല്ലോ. അതിനാണ് ഞാനിപ്പോൾ റൈറ്റ് സൈഡിൽ തന്നെ ഇരിക്കുന്നത്. ഇപ്പോൾ കുറേ വ്യൂ കിട്ടും. ഇതൊക്കെ നോക്കി ഇങ്ങനെ കണ്ട് കീഴൊക്കെ എടുത്ത് ഇങ്ങനെ ഇറങ്ങാം. സാധനം നോക്കി വ്യൂ നോക്കി കേട്ടോ. നമ്മൾ നല്ല കുത്തനുള്ള ഇറക്കാണ് ഇറങ്ങിക്കൊണ്ടിരിക്കണേ. ഈ ട്രെയിനാണോ ട്രാമാണോ ഇതിന് എന്താ വിളിക്കണമെന്ന് അറിയില്ല. നല്ല ഇറക്കം ഇറങ്ങുന്നില്ല അവിടെ നിന്നിട്ട്. വ്യൂ കണ്ടോ, അടിപൊളി വ്യൂ അല്ലേ. ഇതൊക്കെയായിരുന്നു നമ്മളതിൻ്റെ മണ്ടയ്ക്ക് കാണുന്നത്. എന്ത് പറയാനാ, ചില ദിവസം അങ്ങനെയാണ്, നമ്മൾ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. എന്തായാലും വേറെ ദിവസം വരാം, പൊളിയാം ഗൈസ്. അപ്പോൾ നമ്മൾ ഈ സാധനത്തിനകത്ത് വന്നിറങ്ങി. ഇനി നമ്മൾ ഷിപ്പിൽ തന്നെയാണ് ഗൈസ് തിരിച്ച് പോകുന്നത്. വന്നിടത്തേക്ക് തന്നെ നമ്മൾ ഷിപ്പ് കയറി പോകും. അതിന് എപ്പോഴാണെന്നുള്ളത് അറിയണം, ടൈമിംഗ് ഒക്കെ നോക്കണം. അപ്പോൾ എന്തായാലും ഇവിടെ ടിക്കറ്റ് ഒക്കെ എടുക്കാനുള്ള എന്തൊക്കെയോ സ്ഥലങ്ങളൊക്കെ ഉണ്ട്. സ്ഥലം ഒരു രക്ഷയില്ല കേട്ടോ, നല്ല സ്ഥലമാണ്. പക്ഷേ ഇത് ട്രാം തിരിക്കാനുള്ള മറ്റേ സ്ഥലം. ട്രാമല്ല, ട്രെയിൻ എന്തായാലും തിരിക്കാനുള്ള സ്ഥലം കണ്ടോ. വിറ്റ്സ് നൗ കൊള്ളാം.
എല്ലാവരും ഫോട്ടോ വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട്. സ്ഥലം അടിപൊളിയാണ്, ഫോട്ടോ വീഡിയോ ഒക്കെ എടുക്കാൻ സെറ്റ് സ്ഥലമാണ്. കണ്ടില്ലേ സ്നവ്. ഞാൻ അവിടെ പോയിട്ടൊരു ഫോട്ടോ പിടിക്കട്ടെ. എന്തായാലും ഇവിടെ വരെയൊക്കെ വന്നിട്ട് നമ്മളൊരു ഫോട്ടോ എടുത്തല്ലേ മോശമല്ലേ അല്ലേ? അവിടെയൊക്കെ നല്ല ഫോട്ടോ എടുക്കാൻ പറ്റിയ സ്ഥലം. നോക്കിയാൽ പ്രകൃതി രമണീയമായ ബാക്ക്ഗ്രൗണ്ടിൽ ഇങ്ങനെ ഫോട്ടോ എടുക്കാം. സമയം ഇപ്പോൾ ഒരു 5 മണി കഴിഞ്ഞു, എന്നാലും കുഴപ്പമില്ല. നമുക്ക് എന്താ രസം. ഞാൻ പോയി ഫോട്ടോ പിടിക്കട്ടെ. ആ വ്യൂ നോക്കിയാൽ ഗൈസ്, ആ വ്യൂവിൽ ആ കപ്പൽ ഇങ്ങനെ വരുമ്പോൾ ഏതാ നമുക്ക് ഒരു രാജകീയ ഒരു ഇത് കിട്ടുന്നില്ലേ നോക്കി. എനിക്കൊന്നും കാണില്ല കേട്ടോ, ഫുള്ള് നല്ല കണ്ണിലേക്ക് ഇങ്ങനെ വെളിച്ചടിച്ച് കുത്തി കയറുക. എന്നാലും കപ്പൽ മാത്രം കാണാം വരുന്നുണ്ട് ഇങ്ങനെ. ഓഫ് ഏതാ, നമുക്ക് നല്ല സീറ്റ് പിടിക്കാൻ പോയിട്ട്. ഇനിയിപ്പോൾ പുറത്ത് വലിയ തണുപ്പുണ്ടാകാൻ ചാൻസ് ഇല്ല, ഉള്ളിൽ തന്നെ ഇരിക്കണം എന്നില്ല. നമുക്കൊരു പട്ടിക്കുട്ട വന്നിക്കണോ. യെസ് യെസ്, ഓപ്പണായി. അല്ല ഇവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ ടിക്കറ്റ് വയ്ക്കില്ല എനിക്ക് തോന്നാം. എല്ലാവരും വരിയായിട്ട് കയറുന്നുണ്ട് കേട്ടോ. ഇവിടെ അതിനകത്ത് കുറച്ച് ആൾക്കാരുണ്ടല്ലോ, വേറെ സ്ഥലത്തുനിന്ന് കയറാൻ പോകാൻ. വെള്ളത്തിൻ്റെ കളറുണ്ടോ ഇതിലൊന്നും കാണുന്നില്ലല്ലേ. നമുക്ക് ഇവിടെ എല്ലാം പോയിരിക്കാം, ഫ്രണ്ടിൽ പോയിരിക്കണം. ഞാൻ ഇവിടെ എങ്ങനെ ഇരിക്കാൻ വിചാരിച്ചു ഗൈസ്. ഇവിടെ ടേബിളിൽ ഇങ്ങനെ ഇവിടെ ഇരിക്കാം, ഇവിടെ വ്യൂവും കണ്ടിങ്ങനെ ഇരിക്കാം ഗൈസ്. ഞാൻ പുറത്തേക്ക് തന്നെ വന്നതാണ്, കാരണം ഇത്രയും നല്ല വ്യൂ ഒക്കെ നമ്മൾ ഈ വെറുതെ കണ്ണാടിയിൽ റിഫ്ലക്ഷൻ അടിച്ചിട്ട് എടുക്കണ്ടല്ലോ. നമ്മൾ വന്നപ്പോൾ എടുത്ത് തന്നെയാണ്, എന്നാലും ഇപ്പോൾ കുറച്ചുകൂടി നല്ല ലൈറ്റിങ് കിട്ടിയിട്ടില്ലേ. സണ്ണ് ബാക്കിൽ വന്നപ്പോൾ കുറച്ചുകൂടി നല്ല ഭംഗിയല്ലേ. ഇതൊക്കെ ഇങ്ങനെ കണ്ടിങ്ങനെ പൊളിച്ചെടുക്കാം. മേലെ പോയിട്ട് അതിൻ്റെ മണ്ടയ്ക്ക് നമ്മൾ വലിഞ്ഞ് കയറിയത്, അതിൻ്റെ മേലെ പോയിട്ട് കാണാൻ പറ്റാത്ത വ്യൂ ഒക്കെ നമുക്ക് ഇവിടുന്ന് ഇങ്ങനെ കണ്ട് ആസ്വദിക്കാം. അവരുടെ പ്ലെയിൻ പോകുന്നതാണ് കൊള്ളാം. ഗൈസ് എന്തായാലും നമുക്ക് ആ മലേൻ്റെ മണ്ടയ്ക്ക് പോയിട്ട് കിട്ടാത്ത ഒരു ഫണ്ട് നമുക്ക് ഈ ഷിപ്പ് റൈഡിൽ കിട്ടിയിട്ടുണ്ട്. എന്തായാലും ഞാൻ സാറ്റിസ്ഫൈഡ് ആണ് ഈ ഒരു ഫുൾ ഡേ 1 ഡേ ട്രിപ്പിനകത്ത്. കാരണം എന്താ പറയുക, കുറേ സ്ഥലങ്ങൾ കണ്ടു, കുറേ കാഴ്ചകൾ കാണാൻ പറ്റി, കുറേ വീഡിയോസ് എടുക്കാൻ പറ്റി. അതേപോലെ കണ്ടില്ലേ നമ്മളിങ്ങനെ കപ്പലിങ്ങനെ കാറ്റൊക്കെ അടിച്ചിങ്ങനെ എൻജോയ് ചെയ്യാണ്. ഞാൻ എൻജോയ് ചെയ്തു, നിങ്ങളും എൻജോയ് ചെയ്യുന്നുണ്ടെന്ന് കരുതുന്നു. ഇനിയിപ്പോൾ നമുക്ക് വലിയ പ്ലാനൊന്നുമില്ല. നമ്മൾ നേരെ തിരിച്ച് ലുട്സണിൽ പോകും, അവിടുന്ന് എന്തെങ്കിലും ഫുഡ് കഴിക്കണം ലൈറ്റായിട്ട്. പിന്നെ ഒന്ന് അവിടെ പറ്റുകയാണെങ്കിൽ വെളിച്ചമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കറങ്ങാം. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ലുട്സണിൽ നിന്ന് നേരെ ട്രെയിൻ കയറി നമ്മുടെ ബാസലിലേക്ക് പോകും. അതാണ് പരിപാടി. കാറ്റ് കൂടിയോന്നൊരു ഡൗട്ട് കേട്ടോ. ഇവിടെയൊക്കെ ഉണ്ടല്ലോ നല്ല മുഴുത്ത മീനുണ്ടാവും ഇതിനകത്തൊക്കെ. ഒരു ചൂണ്ട എടുത്ത് ഇറങ്ങണം, ഒരു കുഞ്ഞ് ബോട്ട് എടുത്തിട്ട്, എന്നിട്ട് ഇതിനെ എല്ലാത്തിനെയും പിടിച്ചിട്ട് വറുത്ത് തിന്നണം. അതൊരു ദിവസത്തെ വ്ളോഗാക്കാൻ പറ്റും നോക്കട്ടെ. പക്ഷേ ഇവിടെ മീൻ പിടിക്കുന്നതിനൊക്കെ എന്തോ റെസ്ട്രിക്ഷൻ ഉണ്ട്. അങ്ങനെ വെറുതെ പോയി നമ്മുടെ നാട്ടിൽ പിടിക്കുന്നവർ പിടിക്കാനൊന്നും പറ്റില്ല. എന്തോ മറ്റേ പെർമിഷനൊക്കെ എടുക്കണം, ലൈസൻസ് പോലെയൊക്കെ. നോക്കട്ടെ ഗൈസ്. ഞാൻ ആ സൈഡിൽ നിന്ന് എണീറ്റ് ഇങ്ങോട്ട് വന്നാട്ടോ. നോക്കിയേ കപ്പലിൻ്റെ ബാക്കിൽ എന്താ വ്യൂ നോക്ക് കേട്ടോ. മലകളാൽ ചുറ്റപ്പെട്ട നമ്മുടെ ഇത് ലുട്സേൺ ലേക്ക് അങ്ങനെ എന്താണ് ഇതിൻ്റെ പേര്, കറക്റ്റ് നെയിം എനിക്കറിയില്ല. അപ്പോൾ എന്തായാലും അതിലൂടെ നമ്മളിങ്ങനെ ക്രൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സമയം 6 മണി എന്തോ കഴിഞ്ഞെന്ന് തോന്നുന്നുണ്ട്. നമ്മുടെ ലുട്സേണിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ നമ്മുടെ കപ്പലിൻ്റെ ബാക്കിൽ വന്നിരുന്നിട്ട് വീഡിയോ ഒക്കെ എടുക്കുകയാണ്. എങ്ങനെയുണ്ട്, ബാക്ക്ഗ്രൗണ്ടൊക്കെ അടിപൊളിയല്ലേ, സെറ്റല്ലേ? അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. ഇനി നല്ലൊരു ഔട്ട്ഡോർ ചിലപ്പോൾ എടുക്കാൻ പറ്റിയില്ലെങ്കിലോ, അതുകൊണ്ട് ഇവിടുന്ന് തന്നെ ഔട്ട്ഡോർ എടുക്കാമെന്ന് വിചാരിക്കുകയാണ്. സോ ഇതേപോലത്തെ വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ സ്വിറ്റ്സർലാൻഡിൻ്റെ ഞാൻ നെക്സ്റ്റ് എവിടെ വിസിറ്റ് ചെയ്യണമെന്നുള്ളത് കൂടെ കമൻറ്റ് ചെയ്യുക, സബ് ചെയ്യുക, ഷെയർ ചെയ്യുക, എന്തെങ്കിലുമൊക്കെ ചെയ്യണം. ഓക്കെ, അങ്ങനെ നമ്മൾ ഫൈനൽ സ്റ്റോപ്പിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ലുട്സേണിൽ. അപ്പോൾ ഇവിടെ കണ്ട നോക്ക്, നല്ല രസമില്ല സ്ഥലങ്ങളൊക്കെ കാണാൻ. നോക്ക് രണ്ടറ്റം നോക്ക്, നമ്മൾ ബോട്ടല്ല ഷിപ്പ് ഇങ്ങനെ ഡോക്കിലേക്ക് കയറ്റിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. എൻ്റെ യന്ത്രം കുഞ്ഞാൽ നമ്മൾ നേരത്തെ രാവിലെ കണ്ടില്ലേ ആ സാധനം, സെറ്റല്ലേ? നോക്ക്, യെസ് അനങ്ങി തുടങ്ങി. ഇവിടെ കയറൊക്കെ ഇട്ട് കെട്ടിയുണ്ടല്ലോ. അത്യാവശ്യം ആളുണ്ട്, ഞാൻ പറഞ്ഞില്ല ഫുള്ളായിരുന്നു. ഗുഡ്. അപ്പോൾ നമുക്കിനി അങ്ങോട്ട് നടക്കാം. ലുട്സേണത്തെ മറ്റേ ബസ്സിൻ്റെ ഒക്കെ കളർ ഇതാണല്ലേ, വൈറ്റ് ആൻഡ് ബ്ലൂ ആണല്ലേ, കൊള്ളാം. ഇവിടെ ഓരോ ക്യാൻറ്റോണിനും ഓരോ കളറാണ്. ബാസലിൽ പച്ചയാണ് ഒബ്വിയസ്ലി, നിങ്ങൾക്ക് അറിയാലോ. ബേണിൽ ക്യാപിറ്റൽ സിറ്റിയിൽ റെഡാണ്. പിന്നെ ഇന്ന് രാവിലെ നമ്മൾ പോയ ഇൻ്റർലാക്കലിന് മഞ്ഞയായിരുന്നു. ഇവിടെ വൈറ്റ് ആൻഡ് ബ്ലൂ, കൊള്ളാം. പബ്ലിക് ട്രാൻസ്പോർട്ട് കണക്ടിവിറ്റി ഒരു രക്ഷയില്ല കേട്ടോ. എല്ലായിടത്തേക്കും ബസ്സും ട്രെയിനും ട്രാമും എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഉണ്ടാവും. അതാണ്, അങ്ങനെ ആവണം, നല്ലേ ടൂറിസം വളരുള്ളൂ.
അല്ലാതെ എത്തിപ്പെടാൻ പറ്റാത്ത സ്ഥലത്ത് എന്തെങ്കിലും സാധനം ഉണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മൾ സ്വന്തം വണ്ടിയും കൊണ്ട് പോകാൻ എത്ര പേര് മുതിരും? അതാണ് നമ്മുടെ അവിടെയും കുറേ കൂടെ ആൾക്കാർ ചെയ്യേണ്ടത്. ഇതാണ് ഗൈസ് ഞാൻ പറഞ്ഞ നമ്മുടെ ഫേമസ് ബ്രിഡ്ജ് ലുത്സാണിത്. നമുക്കതിൻ്റെ അടുത്ത് പോയിട്ട് ഫോട്ടോ വീഡിയോ ഒക്കെ എടുക്കാം. പക്ഷേ ഉണ്ടോ ആ ഒരു നല്ല സൺസെറ്റിൻ്റെ ആ ഒരു സെറ്റിങ്ങിൽ നമുക്ക് ഈ ഒരു പാലം കാണാൻ നല്ല രസമില്ലേ? രാവിലെ ആണെങ്കിൽ അതിൻ്റേതായിട്ടൊരു ഭംഗി വേറെ കിട്ടും, വൈകുന്നേരം അതിന് വേറെ തന്നെ ഒരു ഭംഗി അല്ലേ? പൊളിച്ചില്ലേ? കണ്ട ഗൈസ് ഞാൻ ഇവിടെ വന്ന് ഇതാണ് നമ്മുടെ മെയിൻ ഫേമസ് സാധനം. നമുക്കിതിന് ഈ പാലത്തിൽ നടുക്ക് വിടുന്നിട്ട് എടുക്കാം. ഒരാൾ BGM ഒക്കെ വിടുന്നു, അടിപൊളിയാണല്ലോ. ഓ എന്താ വ്യൂ നോക്ക്, നിറയെ ആൾക്കാർ ഫോട്ടോ എടുത്താണ് ഇവിടെ. കണ്ടോ അടിപൊളി വ്യൂ അല്ലേ? ദിസ് ഈസ് ലുട്സാൻ ഫോർ യു ഗൈസ്. നിങ്ങൾ പേടിക്കണ്ട, ഈ വീഡിയോയിൽ കണ്ടതെല്ലാം ജസ്റ്റ് ഒരു ട്രെയിലറോ ടീസറായിട്ട് കണ്ടാൽ മതി. നമ്മളിവിടെ എല്ലാം വന്നൊരു 1-2 ദിവസമൊക്കെ സ്റ്റേ അടിച്ച് മൊത്തം എക്സ്പ്ലോർ ചെയ്ത് നമുക്ക് എന്തായാലും പൊളിക്കണം. ഞാൻ പ്ലാൻ ചെയ്ത് തന്നെയാണ്. കേട്ടോ എന്താ വലിയ ബിൽഡിംഗ് ഒക്കെ ഉണ്ട്. ആ മലമണ്ടയ്ക്ക് ഒരു ഹോട്ടൽ നോക്കി, നല്ല രസമില്ലേ? എന്തായാലും നമ്മൾ സെറ്റാക്കും, പേടിക്കണ്ട. യെസ്, പിന്നെ നമുക്ക് അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് നടക്കാം. ഇതിൽ കൂടെ എന്താണ് അവസ്ഥ നോക്കട്ടെ ഗൈസ്. ഞാൻ ഇതിൻ്റെ ഉള്ളിൽ കയറിയതാണ്, നേരത്തെ പറഞ്ഞില്ല അവിടെ നിന്നപ്പോൾ. ഇത് കണ്ട, ഇത് നല്ല രസമുണ്ടല്ലോ ഇതിൻ്റെ കൂടെ നടക്കാൻ. കണ്ടാ ഇതൊരു ഫേമസ് സ്ഥലമാണ്. ഇവിടെ നിറയെ ആൾ വരും, കണ്ടില്ലേ? ഈ സ്ഥലങ്ങളെല്ലാം കണ്ട് നമുക്ക് ഇങ്ങനെ നടക്കാം. കണ്ടാ ഈ സൈഡൊക്കെ നോക്കിയാൽ രാവിലെ ആണെങ്കിൽ വേറൊരു ഭംഗി, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ. വൈകുന്നേരം ആകുമ്പോൾ വേറെ തന്നെ ഒരു ഭംഗി അല്ലേ? ഞാൻ അതിൻ്റെ അറ്റം വരെ നടക്കുന്നില്ല, കാരണം നമ്മളിനി മെല്ലെ ഒന്ന് ഫുഡ് കഴിക്കാനുള്ള പരിപാടിയാണ്. കാരണം ഇനി 1 മണിക്കൂറുണ്ട് ട്രെയിനിന്. അപ്പോൾ ഇവിടെയും കണ്ടൊരു മെക്ഡി ഉണ്ട്, അവിടെ കയറിയിട്ട് വല്ല ബർഗറോ എന്തെങ്കിലും കഴിക്കാനുള്ള പ്ലാനിലായിരിക്കുന്നത്. സോ ഇങ്ങോട്ട് പോവാം. സ്പോട്ട് ചെയ്തേ അറ്റത്ത് മെക്ഡി ഉണ്ട്. പക്ഷേ ഈ ഒരു സ്ട്രീറ്റ് നോക്കിയാൽ കഴിച്ച് നല്ല വൈബല്ലേ? നോക്കി രാത്രി കാണാൻ നല്ല രസമില്ലേ? അപ്പം നമ്മൾ അങ്ങോട്ടാണ് പോകേണ്ടത്. പേടിക്കണ്ട, നമുക്കിവിടെ റോഡ് ക്രോസ് ചെയ്യാൻ എസ്കലേറ്റർ ഉണ്ട്, ഇത് കയറി നിൽക്കാം. എന്താ ഈ സിറ്റി അടിപൊളിയാട്ടോ, നമ്മുടെ ബാസലിനേക്കാളും അടിപൊളിയായിട്ട് എനിക്ക് തോന്നണം. പക്ഷേ ഇവിടെ ട്രാം ഒന്നും കാണുന്നില്ല, ട്രാം ഇല്ലാന്ന് തോന്നുന്നു. കണ്ട ഗൈസ്, നമ്മൾ ക്രോസ് ചെയ്ത് ഇവിടെ എത്തി. നല്ല അടിപൊളി ലുക്കുള്ളൊരു ബിൽഡിങ്. അമ്മ, ഇതാണ് നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ. നോക്ക്, പടക്കം വരച്ചിട്ട് നോക്ക്, അടിപൊളിയായിട്ടല്ലേ? അപ്പുറത്ത് ബർഗർ കിങ് ഉണ്ട്, അതിന് നേരെ ഓപ്പോസിറ്റായിട്ട് നമ്മുടെ മെക്കഡി ഉണ്ട്. മെക്കഡി നമുക്ക് എന്തായാലും മെക്കഡി തന്നെ പോയി ഫുഡ് കഴിക്കാം. സോ ഗൈസ്, നമ്മളങ്ങനെ മെക്ഡിയിലെത്തി, ബർഗർ ഓർഡർ ചെയ്തു. വേഗം കഴിക്കട്ടെ, അരമണിക്കൂറിൽ നമ്മുടെ ട്രെയിൻ വരും. വേഗായിക്കോട്ടെ ഗൈസ്. ഇത് കണ്ടോ, ഇതാണ് നമ്മുടെ ഫസ്റ്റ് ക്ലാസ്സിൻ്റെ സീറ്റ്. ഞാൻ വെറുതെ ഓടി കയറിയപ്പോൾ ഇവിടെ കയറിയത്. അങ്ങനെ ഗൈസ്, ഒരു വലിയ ഡേക്ക് ശേഷം നമ്മൾ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. സമയം 8:30 കഴിഞ്ഞു. നമ്മൾ വീട്ടിൽ ഒരു 9:15 9:30 ആകുമ്പോഴേക്കും എത്തും. രാവിലെ 6 മണിക്കല്ല 5:45 ഇറങ്ങിയതാണ് വീട്ടിൽ. സോ ഞാൻ ഈ വീഡിയോ ഇവിടുന്ന് നൈസിനെ വൈൻഡപ്പ് ചെയ്യണം. ഇനിയിപ്പോൾ കാര്യമായിട്ടൊന്നുമില്ല, ഫുൾ ഇരുട്ടായി. അപ്പോൾ നമ്മൾ വീട്ടിലേക്ക് ട്രെയിൻ ഇറങ്ങുന്നു, ട്രാമിൽ കയറി നേരെ വീട്ടിലേക്ക് പോകുന്നു, ഫുഡ് കഴിക്കുന്നു, കിടന്നുറങ്ങുന്നു. അതാണ് പരിപാടി. സോ ഹോപ്പ് യു ഗൈസ് എൻജോയ് ദ വീഡിയോ. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ള അറിയാലോ. അപ്പോൾ അതൊക്കെ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങൾ വീഡിയോനെ കുറിച്ചിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. കാരണം നിങ്ങളുടെ കമൻറ്റ്സാണ് നമുക്ക് ഇതേപോലുള്ള വീഡിയോസ് ചെയ്യാനുള്ളൊരു മോട്ടിവേഷൻ, മനസ്സിലായോ? സോ ഹോപ്പ് യു ഗൈസ് എൻജോയ് ദ വീഡിയോ.